നഷ്ടപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ച് ബൈബിളിലെ പ്രധാന പ്രതിപാദ്യ വിഷയം യേശുക്രിസ്തു മുഖാന്തരമുള്ള വീണ്ടെടുപ്പ് എന്നതായിരിക്കുമ്പോൾ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ച് ബൈബിളിലെ പ്രധാന പ്രതിപാദ്യ വിഷയം യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്. വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിൽ 25 ഒരു വാക്യം പ്രത്യക്ഷമായോ പരോക്ഷമായോ യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് ഉദ്ഘോഷിക്കുന്നു. പുതിയ നിയമത്തിൽ 260 അധ്യായങ്ങളുണ്ട്. 318 പ്രാവശ്യം യേശു കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. പഴയ നിയമത്തിൽ ഏതാണ്ട് 1845 പ്രാവശ്യം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിനെക്കുറിച്ച് പറയുന്നതിൻ്റെ ഇരട്ടിയിലധികം വാക്യങ്ങൾ അവൻ്റെ രണ്ടാമത്തെ കുറിച്ചുണ്ട്. പുതിയ നിയമത്തിൽ 50-ലധികം പ്രാവശ്യം യേശുവിൻ്റെ വരവിനായി ഒരുങ്ങിയിരിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. വേദപുസ്തകത്തിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ 7 പ്രാവശ്യം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ഞാനിങ്ങനെ പ്രസംഗിക്കുമ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, യേശു കർത്താവിൻ്റെ വരവ് ഒരിക്കലും സംഭവിക്കില്ല എന്ന് വരുത്തി തീർക്കാൻ പിശാച് പല പദ്ധതികൾ ചെയ്യുന്നു. അതിലൊന്നാണ് അനേക കള്ളക്രിസ്തുക്കൾ എഴുന്നേറ്റ് ഞാനിവിടെ അവിടെ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പുറപ്പെടരുത്. 1965 യേശു വരുമെന്ന് പറഞ്ഞവരുണ്ട്, 2000 വരുമെന്ന് പറഞ്ഞവരുണ്ട്, 2013 ഏപ്രിൽ 13 വരുമെന്ന് പറഞ്ഞവരുണ്ട്. ഇതൊന്നും പുസ്തക പ്രവചനമല്ലാത്തത് കൊണ്ട് നടന്നില്ല. എന്നാൽ പിശാച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആളുകളെ എഴുന്നേൽപ്പിച്ച് യേശു അന്നൊന്നും വന്നേച്ച് പോയെന്നൊക്കെ പറയാൻ കാരണം യേശു കർത്താവിൻ്റെ മടങ്ങി വരവ് ഒരിക്കലും സംഭവിക്കില്ല എന്ന് വരുത്തി ഈ കൺവെൻഷൻ. എന്നാൽ പനവേലി AG കൺവെൻഷൻ്റെ 4ാം രാത്രിയിൽ ഞങ്ങൾ നാട്ടുകാരോട് പറയാം, ദൈവമക്കളോടും പറയാം, പിശാച് എന്തെല്ലാം പദ്ധതി ഇറക്കിയിട്ടും യേശു കർത്താവിൻ്റെ വരവ് കാത്തിരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, അവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൺവെൻഷൻ്റെ 4ാം രാത്രി ഒന്നുകൂടെ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, പിശാചിൻ്റെ പദ്ധതികൾ പരാജയപ്പെടും, ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കും. വിശ്വാസമുണ്ട് കൈയൊന്ന് ഉയർത്തിപ്പിടി, വായൊന്ന് തുറക്ക്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൈ ഉയർത്തിപ്പറ, ദുഷ്ടപിശാചേ നിന്റെ പദ്ധതികൾ പരാജയപ്പെടും, എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കും. അതേ, യേശുവിൻ്റെ നാമത്തിൽ നിന്നെക്കുറിച്ചുള്ള, നിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള, നിൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള പിശാചിൻ്റെ പദ്ധതികൾ പരാജയപ്പെടും, ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കും. കരമടിച്ചു തുടങ്ങ്, വായടച്ച് വാ തുറന്ന് അന്യഭാഷ ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, ദുഷ്ടപിശാചേ നിൻ്റെ പദ്ധതിയല്ല. എല്ലാ കരവും ചലിക്കട്ടെ, എല്ലാ അത്തരവും ചലിക്കട്ടെ. ഓ ക്ഷമറിയ, നിൻ്റെ പദ്ധതിയല്ല, എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിന്മേൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ നിവർത്തിക്കും. മക്കളെ, ശക്തിയോടെ കരമടിച്ച് ആത്മാവിൽ ആരാധിക്ക്. പരിശുദ്ധാത്മാവ് ഞാൻ പ്രവചിക്കുക, 2024 ദിനങ്ങളിൽ നിന്നെ റോഡ് ആക്സിൽ മാറ്റപ്പെടുത്തുവാൻ, നിന്റെ കൈകാലുകളെ ഒടിച്ചു കളയുവാൻ, വഴിയിൽ നിന്നെ ചതച്ചരച്ച് കളയുവാൻ, നിന്റെ ഏക സന്താനത്തെ തകർക്കാൻ ദുഷ്ടപിശാച് പദ്ധതി തയ്യാറാക്കിയപ്പോഴും അവൻ്റെ പദ്ധതികളെ തകർത്തുകൊണ്ട് ഈ രാത്രി സ്തോത്രം പറയാൻ, ഹല്ലേലൂയ പറയാൻ ദൈവം നിനക്ക് കൃപ തന്നു. ഓ, അത് ദൈവത്തിൻ്റെ കൃപയാണ്, ദയയാണ്. ഒരിക്കൽ കൂടെ പറ, അവൻ്റെ പദ്ധതികൾ പരാജയപ്പെടും. ശക്തിയോടെ കരമടിച്ച് ആരാധിച്ചാട്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുക, ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ നിറവേറും. കൈ ഒന്ന് ഉയർത്തിയാട്ടി സ്തോത്രം പറഞ്ഞു. ദൈവദാസൻ പറഞ്ഞ പോലെ പ്രസംഗം കേൾക്കാനല്ല ഇരിക്കേണ്ടത്, വിടുതൽ അനുഭവിപ്പാനിരിക്കണം. ദുഷ്ടപിശാച് തടഞ്ഞു വെച്ച നിന്റെ നന്മയുടെ ഉറവകൾ ഈ രാത്രി കർത്താവ് തുറക്കുന്ന രാത്രിയാകും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ എൻ്റെ പ്രഭാഷണം പുറത്ത് കേൾക്കുന്നതിനെ ഉദ്ദേശിച്ചാണ്, എങ്കിലും ആത്മാവുള്ളവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ പ്രധാനമായി 7 സാക്ഷി തെളിവുകളുണ്ട്. യേശു കർത്താവ് മടങ്ങി വരും എന്നതിന് 7 സാക്ഷി തെളിവുകളുണ്ട്. ഒന്ന്, പഴയ നിയമ ഭക്തൻ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, പഴയ നിയമ ഭക്തന്മാരുടെ സാക്ഷ്യം. അതായത് പഴയ നിയമ ഭക്തന്മാരായ ഹനോക്ക്, ബിലയാം, ഇയോബ്, മോശ, കൂടാതെ പ്രവാചകരായ യെശയ്യാവ്, ഇരമ്യാവ്,
യെഹെസ്കേൽ, ദാനിയേൽ, ഹഗ്ഗായി, മലാഖി തുടങ്ങിയ പ്രവാചകന്മാർ യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പ്രവചിച്ചു. അതായത് ഞാൻ മുമ്പേ പറഞ്ഞു, യേശു കർത്താവ് ഒന്നാമത് വരും മുമ്പ് അവൻ്റെ വരവിനെക്കുറിച്ച് മുമ്പേ പറഞ്ഞ പ്രവാചകർ പ്രവചിച്ചിരുന്നു. എന്നാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് അതിൻ്റെ ഇരട്ടിയിലധികം വാക്യങ്ങളുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, വേദപുസ്തകത്തിൽ 2/3 ഭാഗം പ്രവചനങ്ങളാണ്. പ്രവചനങ്ങൾ എന്ന് പറഞ്ഞാൽ മേലാൾ സംഭവിപ്പാനുള്ളത്. വേദപുസ്തകത്തിലെ ആകെ പ്രവചനങ്ങളിൽ പകുതി പ്രവചനങ്ങൾ നിവർത്തിച്ച് കഴിഞ്ഞു. നിവർത്തിയായ പ്രവചനങ്ങൾ, ഇനിയുള്ള പ്രവചനങ്ങൾ നിവർത്തിയാകും എന്നതിൻ്റെ ഉറപ്പാണ്. ഇന്ന് പകലിവിടെ ഉപവാസപ്രാർത്ഥന ഉണ്ടായിരുന്നു, നടന്നുകൊണ്ടിരിക്കുക. അതിലൊരു ദൂത് ദൈവമക്കളോട് പറയാം. ദൈവപൈതലേ, കഴിഞ്ഞ നാളിൽ നിന്റെ കണ്ണുനീരിനും മറുപടി തന്നൊരു ദൈവമുണ്ടെങ്കിൽ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നൊരു ദൈവമുണ്ടെങ്കിൽ, വരും ദിനങ്ങളിലും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഒന്ന് കൈയടിച്ചോ, സത്യയോടെ സ്തോത്രം പറഞ്ഞോണ്ട് പറ. അയ്യോ ഉഷമറിയാ, വിശ്വാസത്തോട് പറ. കഴിഞ്ഞ നാളിൽ എൻ്റെ ഞരക്കത്തിന്, എൻ്റെ കണ്ണുനീരിന് എൻ്റെ ദൈവം മറുപടി തന്നെങ്കിൽ, വരും ദിനങ്ങളിലും എൻ്റെ കണ്ണുനീരിന് മറുപടി ഉണ്ട്. ആമേൻ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സുഹൃത്തുക്കളെ ഒന്നാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞ പല കാര്യങ്ങളും ആ കാലഘട്ടത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് നിവർത്തിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളായിരുന്നു. ഒരിക്കലും സംഭവിക്കാൻ കഴിയാത്ത കാര്യങ്ങളായിരുന്നു. എന്നാൽ അവയെല്ലാം സംഭവിച്ചു. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും യാദൃച്ഛികമല്ലായിരുന്നു. നമ്മുടെ കർത്താവ് ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് അവൻ എവിടെ ജനിക്കുമെന്ന് പ്രവചനമുണ്ടായിരുന്നു. അവൻ എവിടെ വളരുമെന്ന് പ്രവചനമുണ്ടായിരുന്നു. അവനെവിടെ മരിക്കുമെന്ന് പ്രവചനമുണ്ടായിരുന്നു. മരണശേഷം അവൻ്റെ അവസ്ഥ എന്താകുമെന്ന് പ്രവചനമുണ്ടായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും യാദൃശ്യമല്ല. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൽ ഓരോന്ന് സംഭവിക്കുമ്പോഴും നമ്മുടെ കർത്താവ് പറഞ്ഞു, തിരുവെഴുത്ത് നിവർത്തിയാകാൻ ഇങ്ങനെ സംഭവിച്ചു, തിരുവെഴുത്ത് നിവർത്തിയാകുവാൻ ഇങ്ങനെ സംഭവിച്ചു, തിരുവെഴുത്ത് നിവർത്തിയാകുവാൻ ഇങ്ങനെ സംഭവിച്ചു. ഈ യോഹന്നാൻ്റെ സുവിശേഷം നിങ്ങൾ ശ്രദ്ധിക്കുക, വായിച്ചാൽ ഈ ക്രൂശിൽ കർത്താവ് കിടക്കുമ്പോൾ പീലാത്തോസ് ഓർഡർ ഇട്ടു കാൽമുട്ട് തല്ലി ഓടിക്കാൻ ക്രൂശിൽ കിടക്കുന്നതോടെ. എന്തിനാണെന്നറിയാമോ? പിറ്റേ ദിവസം ശബത്താണ്, ഡെഡ് ബോഡി കിടക്കാൻ പാടില്ല, സന്ധ്യയ്ക്ക് മുമ്പ് മരിക്കണം. അപ്പോൾ രക്തം വാർന്ന് മരിക്കാൻ വേണ്ടിയാണ് കാൽമുട്ട് തല്ലി ഓടിക്കാൻ പറഞ്ഞത്. അങ്ങനെ പടയാളികൾ കാൽമുട്ട് തല്ലി ഓടിക്കാൻ വന്നു. അവിടെ നമ്മൾ വായിക്കുന്നത്, അവർ വന്നപ്പോഴേനും നമ്മുടെ കർത്താവ് മരിച്ചു. അപ്പുറത്ത് കിടന്നവൻ്റെയും ഇപ്പുറത്ത് കിടന്ന കല്ലൻ്റെയും കാൽമുട്ട് തല്ലി ഓടിച്ചു. പക്ഷേ കർത്താവിൻ്റെ കാൽമുട്ട് തല്ലി ഓടിച്ചില്ല. അവിടെ എഴുതിയിരിക്കുന്നത് കേൾക്കണോ? അവൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകുകയില്ലെന്ന് തിരുവെഴുത്ത് നിവർത്തിയാകുവാൻ അങ്ങനെ സംഭവിച്ചു. ഹല്ലേലൂയ. അവനങ്ങ് പോയാൽ മതി. പക്ഷെ അങ്ങോട്ട് പോയവൻ തിരിച്ചു വന്ന് കർത്താവിൻ്റെ മാർവിലേക്കൊരു കുന്തം കുത്തി ഇറക്കി. അപ്പോൾ രക്തവും വെള്ളവും വന്നു. അതിൻ്റെ അർത്ഥം മനുഷ്യരാശിക്ക് വേണ്ടി, നിനക്കും എനിക്ക് വേണ്ടി ഊറ്റാൻ ഇനിയും ആ ശരീരത്തിൽ രക്തമില്ല, മൊത്തം ഊറ്റി. എടാ, നിനക്കങ്ങ് പോയാൽ പോരായോ? നീ തിരിഞ്ഞു വന്ന് കുത്തി. അവിടെ എഴുതിയിരിക്കുന്നു, അവർ കുത്തിയവങ്കിലേക്ക് നോക്കുമെന്നുള്ള മറ്റൊരു തിരുവെഴുത്ത് നിവർത്തിയാകുവാൻ അങ്ങനെ സംഭവിച്ചു. ഓഹോ, എത്ര ശക്തിയോടെ സ്തോത്രം പറയാൻ കഴിയും. നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും യാദൃച്ഛികമല്ലായിരുന്നെങ്കിൽ അവൻ അറിയാതെ നമുക്കൊന്നും സംഭവിക്കില്ല. വാ തുറന്ന് വിശ്വാസത്തോടെ സ്തോത്രം പറഞ്ഞുകൊണ്ട് പറ, ദുഷ്ട പിശാചേ, എൻ്റെ ദൈവം അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിക്കില്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിക്കില്ല. അതേ യേശുവൻ നാമത്തിൽ ഞാൻ പറയാം, എൻ്റെ ദൈവം അനുവദിക്കാതെ ഒരുവൻ നിന്റെ നേരെ നിൽക്കുകയില്ല. എൻ്റെ ദൈവം അനുവദിക്കാതെ ഒരുവൻ നിന്റെ നേരെ വിരൽ ചൂണ്ടുകയില്ല. കൈകളുടെ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ശക്തിയോടെ പറ മക്കളെ, കുഞ്ഞുങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ശക്തിയോടെ ആരാധിച്ചോളാം. ദുഷ്ട പിശാചേ, എൻ്റെ ദൈവം അനുവദിക്കാൻ നിനക്കത് തൊടാൻ കഴിയില്ല. ഹല്ലേലൂയ. അപ്പോൾ ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ സഹോദരങ്ങളെ, ഞങ്ങളുടെ കർത്താവ് ജനിച്ചതുപോലെ ഭൂമിയിൽ ആരും ജനിച്ചിട്ടില്ല. ഞങ്ങളുടെ കർത്താവ് ജീവിച്ചതുപോലെ ലോകത്തിലാരും ജീവിച്ചിട്ടില്ല. ഞങ്ങളുടെ കർത്താവ് മരിച്ചതുപോലെ ലോകത്തിലാരും മരിച്ചിട്ടില്ല. ഞങ്ങളുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ ലോകത്തിലാരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അവൻ മടങ്ങി വരാൻ പോകുന്ന പോലെ ലോകത്തിലാരും മടങ്ങി വരാൻ പോകുന്നുമില്ല. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം.
അപ്പം യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിൽ പ്രവചനങ്ങളെല്ലാം നിവർത്തിക്കപ്പെട്ടു. അതെല്ലാം ഇപ്പം പറയാൻ നേരമില്ല. അതിനെക്കുറിച്ചുള്ള ഇരട്ടിയിലധികം വാക്യങ്ങൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് വിശുദ്ധ ബൈബിളുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന 7 സാക്ഷികളെക്കുറിച്ച് ക്ലിയറായി നമ്മുടെ പിള്ളേരുടെ ഉള്ളിൽ വരെ കയറണം. ഇത് ചിലരോട് പ്രസംഗം എന്തായിരുന്നു ചോദിച്ചാൽ ഇന്നലെ നാളെ പറഞ്ഞണം എന്താ ഇവിടെ പ്രസംഗിച്ചതെന്ന്. നാളെ മാത്രമല്ല പാസ് പറഞ്ഞാലും 10 വർഷം കഴിഞ്ഞും പറയണം ഇവിടെ എന്താ പ്രസംഗിച്ചതെന്ന്. കൈയൊന്ന് ഉയർത്തി, അത്രയും സമയമൊന്നും കിട്ടത്തില്ല. കൈയൊന്ന് ഉയർത്തിയായിട്ട് സ്തോത്രം പറഞ്ഞു. ഓക്കെ, 1 പഴയ നിയമഭക്തന്മാരുടെ സാക്ഷ്യം, 2 പുതിയ നിയമഭക്തന്മാരുടെ സാക്ഷ്യം, 4 സുവിശേഷ എഴുത്തുകാരാണ് സുവിശേഷം. നിങ്ങൾക്കറിയാം, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഈ 4 പേരും കർത്താവായ യേശുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5 പേർ ചേർന്നാണ് 21 ലേഖനങ്ങൾ എഴുതിയത്. ഈ 5 എഴുത്തുകാരും തങ്ങളുടെ 21 ലേഖനങ്ങളിലും യേശുവിൻ്റെ വരവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. ഞാൻ പറഞ്ഞു 7 പ്രാവശ്യം യേശു കർത്താവ് തന്നെ ഞാൻ വേഗം നള്ളി ചെയ്യുന്നു. കർത്താവിൻ്റെ വരവും അനന്തര സംഭവങ്ങളുമാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ചരിത്രം. അപ്പോൾ രണ്ടാമത്തെ സാക്ഷി പുതിയ നിയമഭക്തന്മാരുടെ സാക്ഷ്യം. മൂന്നാമത്തെ സാക്ഷ്യം സ്വർഗ്ഗദൂതന്മാരുടെ സാക്ഷ്യമാണ്. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തലിന് പോകുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 1:10-11 വാക്യങ്ങൾ 2 ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടു. അവർ പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, ബാക്കി പറ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ മടങ്ങി വരും. അവൻ മടങ്ങി വരും. യേശു മടങ്ങി വരും. തൻ്റെ ഇടമുണ്ട്, കൈ ഉയർത്തി പറ, യേശു മടങ്ങി വരും. ഇത് ഞങ്ങളുടെയൊക്കെ പ്രസംഗം ഇപ്പം ലൈവ് പോകുന്നുണ്ട്. ഇത് ഇവിടെ ഇരിക്കുന്നവരെയൊക്കെ കൂടുതൽ പുറത്ത് കാണും. കുറച്ച് കഴിഞ്ഞാൽ 20,000, 30,000, 40,000 ഒക്കെ. ഞാൻ മിനിഞ്ഞാന്ന് പ്രസംഗിച്ച് 25,000 ആൾ ഇതുവരെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇവിടെ എവിടെയോ കട്ടിങ്, അതിനേക്കാൾ വലുതാണ് ഈ കട്ടിങ്. 2-3 കാണുന്നില്ലേ? ഇപ്പോൾ എൻ്റെ കട്ടിങ് അതാരാണ്. എങ്ങനെയല്ലേ സുവിശേഷം പോട്ടെ അല്ലേ അച്ഛാ? അതൊക്കെ അറിയാം. അപ്പോൾ അതിൻ്റെ അടിയിൽ യേശു വരാറായി നിങ്ങളുടെ ഗോയിലെങ്ങാണ്ട് പ്രസംഗിച്ചപ്പോൾ അത് കട്ട് ചെയ്തതിൻ്റെ അടിയിൽ ഒരുത്തി വന്ന് എഴുതിയേക്കുക, നാളെ വരുമെന്ന്. ഞാനപ്പോൾ അവിടെ ശ്രദ്ധിച്ചു. ഞാനിതൊന്നും നോക്കാറില്ല. അവിടെ പേര് ശ്രദ്ധിച്ചു, എലിസബത്ത് ജോർജ്. അവൾ എഴുതിയേക്കുക, നോക്കിയിരുന്നോ നാളെ വരുമെന്ന്. അപ്പോൾ അവളെ വളർത്തിയ വീടെന്താ, പേരെന്തുവാ? ഇന്ന് ഞാൻ വിചാരിച്ചത് പറഞ്ഞിട്ട് ഇവിടുന്ന് പോത്തുണ്ടെന്ന്. പെണ്ണ, അവിടെ പേര് എലിസബത്ത്. അയ്യോ, നല്ല പേരൂടെ കളഞ്ഞല്ലോ ഓടി. നോക്കിയിരുന്നോ നാളെ വരുമെന്ന്. അവൻ നിന്നെ പണ്ട് KK ചെറിയാച്ചൻ പറഞ്ഞു, നിങ്ങളെ അല്ല, നിന്നെ അല്ല, പിള്ളേരെ അല്ല അടിക്കേണ്ടത്, നിൻ്റെ അപ്പനെ അടിക്കേണ്ടത്. എലിസബത്ത് ജോർജ്, നിന്നെ ഇങ്ങനെ വളർത്തിയ നിൻ്റെ അപ്പനെ അമ്മയാൻ തല്ലണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ വന്നിരിക്കുന്നവരുടെ ഉള്ളിൽ കയറണം. നമ്മുടെ കർത്താവ് വരും. ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്നു, യേശു മടങ്ങി വരാറായി. കയ്യൊന്നടിച്ച് ശക്തിയോടെ സ്തോത്രം പറ കേട്ടോ. കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കണം. നല്ല തളിച്ചോണ്ട് ഈ വചനത്തിൽ തറവുള്ളവരായി കുഞ്ഞുങ്ങളെ വളർത്തണം. അത് കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം മൂന്നാമത്തെ സാക്ഷ്യം സ്വർഗീയ ദൂതന്മാരുടെ സാക്ഷ്യം. ഈ വണ്ടി റോഡിൽ കൂടെ വണ്ടി ഒത്തിരി പോകും. നിങ്ങൾ ആ വണ്ടിയെല്ലാം യാത്ര അയക്കാൻ തുടങ്ങിയ പണി നടക്കില്ല. എന്നെ നോക്കിയിരിക്കണം, പിന്നെ കർത്താവിനെ നോക്കിക്കൊണ്ടിരിക്കണം. വഴിയിൽ കൂടെ വണ്ടി പോകുന്നതിനെല്ലാം യാത്ര അയച്ചാൽ പിന്നെ പകുതിയെ കൈ കിട്ടൂ. റോഡ് സൈഡാണ്, എരമ്പലും ഒക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ വളരെ അറ്റൻഷൻ വേണം. അതുകൊണ്ട് ഞാൻ ഈ ഇരിക്കുന്നവരെല്ലാം നോക്കിക്കൊണ്ടാണ് പറഞ്ഞത്. എനിക്കറിയാം, 1500 പേരുള്ളിടത്ത് ഒരാൾ ഉറങ്ങിയാൽ എനിക്കറിയാം. പിന്നാണ് ഈ കൊച്ചി യോഗം. പിന്നെ നമ്മൾ പെന്തക്കോസുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഉറങ്ങി താഴെ വീണാലും എഴുന്നേറ്റ് വരുമ്പം 2 സ്തോത്രം കൊണ്ടേ വരുത്തുള്ളൂ. കണ്ടെല്ലാം സത്യമാണ്. സൂത്രത്തിൽ 2 സ്തോത്രം, അത് കേൾക്കുമ്പോഴേ അറിയണം അമ്മച്ചി 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടിട്ട് വരിക. പണ്ട് വാരാസർമാത്തി പറഞ്ഞാൽ കയറുമ്പം മുതലൊരു അമ്മ അവിടെ ഇരുന്നുണ്ടെന്നെ, വാ വാ ഇങ്ങോട്ട് വന്ന് വിളിക്കുക. പുള്ളി പറഞ്ഞു, എനിക്കിപ്പോൾ സൗകര്യമില്ലെന്ന്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എന്നെ വിളിക്കരുതാരും, ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. അപ്പം മൂന്നാമത്തെ സാക്ഷ്യം സ്വർഗീയ ദൂതന്മാരുടെ സാക്ഷ്യം. നാലാമത്തെ സാക്ഷ്യം കർത്തൃമേശയുടെ സാക്ഷ്യം. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 26-ാം വാക്യം. ഞാൻ വരുവോളും, വിശ്വാസികളെന്ന് പറഞ്ഞേ, ഞാൻ വരുവോളും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. അപ്പോൾ കർത്താവ് വരുവോളേ ഉള്ളൂ കർത്തൃമേശ. പിന്നെയും ചിലരൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുമായിരിക്കും, പക്ഷേ വിശുദ്ധന്മാർ പോവും. ഞാൻ വരുവോളും കർത്താവിൻ്റെ മേശ തിരിഞ്ഞു നിന്ന് അവൻ്റെ കാൽവറി ബലിയെ കാണിക്കുന്നതോടൊപ്പം അവൻ ഇതുവരെയും വന്നിട്ടില്ല, അവൻ വരും വരുമെന്ന് വിളിച്ചു പറയുന്നു.
മൂന്നാമത്തെ സാക്ഷ്യം ഞാൻ ചോദിക്കും, പറയണം. കർത്തൃമേശയുടെ സാക്ഷ്യം. അല്ല, 3 അല്ല 4 അല്ലേ? 4-ാം സാക്ഷ്യം. 5-ാമത്തെ സാക്ഷ്യം പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം. 2 തെസ്സലോനിക്കലേഖനം 2:7 നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: തടുക്കുന്നവൻ, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, പക്ഷേ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകണം. അപ്പോൾ അധർമ്മമൂർത്തി പ്രത്യക്ഷപ്പെടും. അതായത് ദൈവത്തിൻ്റെ സഭയെ പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എലയാസർ റിബേക്കയെ ഒരുക്കാൻ പോയതുപോലെ, ഒരുക്കിയ ശേഷം റിബേക്കയുമായി ഇസ്ഹാക്കിൻ്റെ അരികിലേക്ക് ആ എലയാസർ വന്നതുപോലെ ദൈവത്തിൻ്റെ സഭയെ പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുക്കം തീരുമ്പോൾ ഇവിടെ കയറി വരിക എന്ന ശബ്ദത്തെങ്കിൽ പരിശുദ്ധാത്മാവ് സഭയുമായി പോകും. ഞാൻ പല വേദിയിൽ പറയാറുണ്ട്, ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഒന്നുകൂടെ പറയുക, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇവിടെ പാപം പെരുകാഞ്ഞിട്ടല്ല, വഷളത്വം പെരുകാഞ്ഞിട്ടല്ല, ദുഷ്ടത പെരുകാഞ്ഞിട്ടല്ല ന്യായവിധി വരാത്തത്. പാപം പെരുകിക്കഴിഞ്ഞു, ദുഷ്ടത പെരുകിക്കഴിഞ്ഞു, വഷളത്വം അങ്ങേയറ്റമായി കഴിഞ്ഞു. ഇന്നലെ ഒരു വീഡിയോ കണ്ടത്, കേരളത്തിൽ കൊച്ചിയിൽ ആണും പെണ്ണുമല്ലാത്തവരുടെ വലിയ പ്രകടനം, അല്പവസ്ത്രധാരികളായി. അപ്പോൾ എല്ലായിടും അവർ പെരുകിക്കഴിഞ്ഞു, അവർക്ക് അംഗീകാരം കൊടുത്തു കഴിഞ്ഞു. ആണും പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കാം. നിങ്ങൾ ഈ അടുത്ത കാലത്ത് ഒരു വിധി ഗവൺമെൻറ് ചിലപ്പോൾ ഇത് കണ്ടോ നിങ്ങൾക്കറിയില്ല. എല്ലാം സംഭവം റെഡിയാകുക. അതായത് ഭാര്യ എന്നുള്ളതും ഭർത്താവ് എന്നുള്ളതും മാറ്റി. പിന്നെ ആരൊക്കെ? പങ്കാളികൾ. ഭാര്യ വേണ്ട, ഭർത്താവില്ല, പങ്കാളി എന്ന് പറഞ്ഞാൽ ആണുമായാലും പെണ്ണുമായാലും പങ്കാളി. സോതോമിൻ്റെ കാലം, ലോത്തിൻ്റെ കാലം, ഇതെല്ലാം ആയിക്കഴിഞ്ഞു. പാപം പെരുകി. നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് ഒന്നുകൂടെ പറ, പനവേലിയല്ലേ? പനവേലിക്കാരേ, ഇവിടെ പാപമില്ലാഞ്ഞിട്ടല്ല, ദുഷ്ടതയില്ലാഞ്ഞിട്ടല്ല, വഷളത്വമില്ലാഞ്ഞിട്ടല്ല ദൈവന്യായവിധി വരാത്തത്. ദൈവത്തെ കൊണ്ട് കഴിയാത്ത, ദൈവം ഒരിക്കലും ചെയ്യാത്ത 10 കാര്യം വിശുദ്ധ ബൈബിൾ പറയുന്നു. അത് ദുഷ്ടനോടുകൂടെ നീതിമാനെ നശിപ്പിക്കാൻ ദൈവത്തിന് കഴിയത്തില്ല. ലോത്തിൻ്റെ കാലം പോലെ, നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രൻ്റെ വരവാകും. അതിൻ്റെ അർത്ഥം, പാപം എത്ര പെരുകിയാലും, ദുഷ്ടത എത്ര പെരുകിയാലും, വഷളത്വം എത്ര പെരുകിയാലും നോഹ പെട്ടകത്തിൽ കടക്കാതെ ദൈവം ന്യായവിധിയുടെ വെള്ളം അയക്കത്തില്ല. ദുഷ്ടത എത്ര പെരുകിയാലും, വഷളത്വം എത്ര പെരുകിയാലും ലോത്ത് സോദോം വിടാതെ ദൈവത്തിൻ്റെ ന്യായവിധി ഇറങ്ങില്ല. ഈ നാട്ടുകാരോട് ഞങ്ങൾ വിളിച്ചു പറയാം, പാപമില്ലാഞ്ഞിട്ടല്ല, ദുഷ്ടതയില്ലാഞ്ഞിട്ടല്ല, വഷളത്വമില്ലാഞ്ഞിട്ടല്ല ന്യായവിധി വരാത്തത്. സ്തോത്രം പറയുന്ന, ഹല്ലേലൂയ പറയുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ദൈവസഭയുടെ ഉള്ളത് കൊണ്ടാണ്. കയ്യം നടിച്ച് ശക്തിയോടെ ആത്മാവിൽ സ്തുതിച്ചേ, ആരാധിച്ചേ, ശക്തിയോടെ. സ്തോത്രം. സ്നേഹിതരെ, പ്രാർത്ഥിക്കുന്നവൻ്റെ വില, സ്തോത്രം പറയുന്നതിൻ്റെ വില, ഹല്ലേലൂയ പറയുന്നതിൻ്റെ വില നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അധികം താമസിയാതെ മനസ്സിലാകും. ദൈവത്തിൻ്റെ സഭ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ ദൈവസഭയുടെ വില ലോകം മനസ്സിലാക്കും. എങ്ങനെ മനസ്സിലാക്കും? ബൈബിൾ പറയുന്നു, ഭൂമി പൊടുപട പൊട്ടും, ഭൂമി കിറുകിറക്കിറങ്ങും, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടും, ഭൂമി കാവൽ മാടം പോലെ ആടും. സ്വർഗത്തിലെ ദൈവം റബ്ബർ ബന്ധ തട്ടുന്ന പോലെ ഈ ഭൂമിയെ തട്ടാൻ തുടങ്ങും. ഒരു സെക്കൻഡിൽ 6 കണക്കിന് ഭൂമി ഉലുക്കങ്ങൾ ഉണ്ടാകും. ഇവിടുത്തെ സകല പണിയും ഇടിഞ്ഞു പൊടിഞ്ഞ് താഴെ വീഴാൻ തുടങ്ങും. എന്നാൽ അതിനു മുമ്പ് കാഹളം ധ്വനിക്കും. ഇവിടെ കയറി വരിക ശബ്ദത്തിങ്കൽ ദൈവത്തിന്റെ സഭയോട് മാറ്റപ്പെടും. ഒന്ന് ശക്തിയോടെ കരമടിച്ച് ആരാധിച്ചേ. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ ചില ആഴ്ച മുമ്പ് ദേവദാസം പറഞ്ഞു, കുവൈറ്റിലായിരുന്നു. അവിടുത്തെ വലിയ പട്ടണങ്ങളുടെ നടുവിലൂടെ പ്രസംഗിക്കാൻ ആ പള്ളിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നോക്കണം. അതിന് കഴിഞ്ഞ് വന്ന ഉടനെ ബാംഗ്ലൂരായിരുന്നു. ബോംബെയിൽ അടുത്ത ദിവസം പോകണം. അപ്പം ഞാൻ പറയാൻ വന്നത് അവിടെ പോകുന്ന കാര്യമൊന്നുമല്ല. ഈ കൊട്ടാരക്കര നോക്കി ഇങ്ങോട്ട് വരുമ്പോൾ നോക്കി പോകണം. നിങ്ങൾക്കറിയാമോ, റിക്ടർ സ്കെയിലിൽ 5.5, 6.2, 4.3 ഒക്കെ അപ്പം നോക്കണ്ട. ഒരു ഭൂമി കുലുക്കാൻ 2 സെക്കൻഡ്. കേൾക്കുന്നുണ്ടോ പനവേലിക്കാരെ? 2 സെക്കൻഡ് ഈ ഭൂമി ഒന്ന് കുലുങ്ങിയാൽ ഇവിടുത്തെ സകല പണിയും ഇടിഞ്ഞു പൊടിഞ്ഞ് താഴെ വീഴും. ആരും അഹങ്കരിക്കരുത്, ആരും നിഗളിക്കരുത്. കൊട്ടാരശേഷമായി കൊട്ടാരത്തിൽ എന്നും വസിക്കാമെന്ന് വിചാരിക്കരുത്. സ്വർഗത്തിലെ ദൈവം 2 സെക്കൻഡ് ഈ ഭൂമി കുലുക്കിയാൽ സകല പണി പിടിച്ച് താഴെ വീഴും. മനുഷ്യ, നിന്റെ വർഷങ്ങളുടെ പണി ഇല്ലാതാക്കാൻ ദൈവത്തിന് 2 മണിക്കൂർ വേണ്ട, 2 മിനിറ്റ് വേണ്ട, 2 സെക്കൻഡ് മതി. മറക്കരുത്. കയ്യൊന്നടിച്ചേ, ശക്തിയോടെ സ്തോത്രം പറഞ്ഞേ. 1 കണ്ടും മതി മറക്കരുത്. അഹങ്കരിക്കരുത്. കൃപയാണെന്ന് ഓർത്തോണം.
ദൈവത്തിൻ്റെ കരുണയാ, അല്ല നിൻ്റെ പദ്ധതികളൊന്നുമില്ല, നിൻ്റെ ബാലിസ്റ്റിക് മിഷയിലൊന്നും അല്ല. തമ്പുരാനെ തട്ടാൻ തുടങ്ങി ആർക്കും പിടിച്ചു നിർത്താൻ കഴിയില്ല. അപ്പോൾ കൃപയാ. നീ കേരളത്തിൻ്റെ കിടപ്പനുസരിച്ച്, ഞാൻ ഈ കേരളം അലിച്ച്, ഞാൻ ഇന്നൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്, അടുത്ത ദിവസം വായിക്കാം, അത് പിന്നെ പറയാമൊക്കെ. ഈ കേരളത്തിൻ്റെ കിടപ്പനുസരിച്ച് ഇങ്ങേ വശം കടല, ഞങ്ങൾ കായംകുളക്കാരാ, 10 കിലോമീറ്റർ അങ്ങോട്ട് പോയാൽ കടല, നല്ല രമ്പലുണ്ടാകും, വീട്ടിൽ നിന്ന് കേൾക്കാം. ഇവിടുന്ന് നേരെ പോയ കടല, ഇങ്ങേ വശം സഖ്യപർവ്വത നിരകളാണ്, അങ്ങോട്ട് ഇച്ചിരി പോയാൽ മതി, പർവ്വത നിരകളാണ്. അപ്പോൾ ഇവിടെ എല്ലാം അരിച്ച് പെറുക്കുന്നവരാ, കുമ്മളിയും പട്ടപ്പനയും, അതുപോലെ അങ്ങോട്ട് പോയ ഉറുകുന്നും ഒക്കെ. അടുത്ത ദിവസം ഞാൻ ഉറുകുന്നി പോകുന്നുണ്ട് പ്രസംഗം, ഈ ആഴ്ച തന്നെ, അടുത്ത ആഴ്ച തന്നെ. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഈ ഭൂമിശാസ്ത്രപരമായി കടലിളകണം, ഇവിടുന്ന് കൊടുങ്കാറ്റും കടലിളക്കമൊക്കെ വരണം, അവിടുന്ന് ഭൂമി കുലുക്കം വരണം. ഇതിൻ്റെ ഇടയിൽ കിടക്കുന്നൊരു സ്ഥലമാണ് കൊച്ചു കേരളം. എന്നാൽ എന്തുകൊണ്ട് ഭൂമി കുലുക്കങ്ങൾ പിടിച്ചു നിർത്തപ്പെടുന്നു? എന്തുകൊണ്ട് സുനാമി തിരമാലകൾ പിടിച്ചു നിർത്തപ്പെടുന്നു? ഒറ്റ മറുപടിയുള്ളൂ, ഇവിടെ സ്തോത്രം പറയുന്നുള്ളതുകൊണ്ടാണ്. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ മേഘം തെളിയുമ്പോൾ ഈ മൈക്ക് വെച്ച് കെട്ടിയുള്ള സ്തോത്രവും ഹല്ലേലൂയയും നിനക്ക് അരോചകം അല്ലേ? പെന്തക്കോസുകാരുടെ നിലവിളി തുടങ്ങിയെന്നാ നീ പറയുന്നത്. പക്ഷെ ഇതിൻ്റെ വില നിനക്കറിഞ്ഞുകൂടാ. അറിയുന്നൊരു ദിവസമുണ്ട്, മുള്ളുകടലെ താമരകൾ മാറ്റപ്പെട്ടാൽ മുള്ളുകൾ കൊണ്ട് ഈ ഭൂമി നിറയും. ചെന്നായ്ക്കളിലെ കുഞ്ചുകാലുകൾ മാറ്റപ്പെട്ടാൽ ചെന്നായ്ക്കളെ കൊണ്ട് നിറയും. ഇരുണ്ട സ്ഥലത്തെ ജ്യോതിർഗോളങ്ങളെ പോലെ പ്രകാശിക്കുന്ന സഭ മാറ്റപ്പെട്ടാൽ അന്ധകാരം കൊണ്ട് ഭൂമി നിറയാൻ പോകുകയാണ്. ഒന്നുകൂടെ ശക്തിയോടെ കൈകൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്ത്, ശക്തിയോടെ സ്തോത്രം പറ. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞ 4 കാര്യങ്ങൾ, 5 കാര്യങ്ങൾ ഒന്നുകൂടെ ആവർത്തിച്ച് വന്നേ കേൾക്കട്ടെ. പഴയ ഭക്തന്മാരുടെ സാക്ഷ്യം. 2, പുതിയ ഭക്തന്മാരുടെ സാക്ഷ്യം. 3, സ്വർഗീയ ദൂതന്മാരുടെ സാക്ഷ്യം. 4, കർത്തൃമേശയുടെ സാക്ഷ്യം. 5, പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം. സാക്ഷികളാണ് പറയുന്നത്. 2 സാക്ഷിയുണ്ട്, 2 വാമൊഴിയാണ്, ഏത് കാര്യം ഉറപ്പിക്കാം. 5 സാക്ഷി പറഞ്ഞു. 6ാമത്തെ സാക്ഷ്യം ദൈവസഭയുടെ സാക്ഷ്യം. വായിക്കാം, എന്താ ദൈവസഭയുടെ സാക്ഷ്യം? 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായം 22-ാം വാക്യം. വായിക്കും മക്കളെ, ആരാ വായിക്കുന്നത്? കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. ഒന്നുകൂടെ വായിച്ചോ. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. പൗലോസ് ലീഗ കൊരിന്ത്യ വിശ്വാസികൾ ലേഖനം എഴുതി അവസാനിപ്പിക്കുന്ന കൺക്ലൂഷൻ വാചകമാണിത്. 1 കൊരിന്ത്യർ 16:22 അവസാന വാക്യം. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ, നമ്മുടെ കർത്താവ് വരും. പക്ഷേ ഇത് ഈ കൺക്ലൂഷൻ വാചകം സഭയുടെ സല്യൂട്ടേഷനായി മാറി, വന്ദന സ്വരമായി മാറി. അപ്പോൾ 1 സല്യൂട്ടേഷൻ. എന്താ സല്യൂട്ടേഷൻ? ഒരാൾ പറയും, വിശ്വാസികൾ തമ്മിൽ കാണുമ്പോൾ ഒരാൾ പറയും മാറാനാഥ, മറ്റേയാൾ പറയും അനാഥമ. ഒന്ന് പറഞ്ഞേ, മാറാനാഥ. അയ്യോ, ഒന്ന് പറഞ്ഞ വേൽക്കാരെ. ഞാൻ മാറാനാഥ എന്ന് പറയുമ്പോൾ നിങ്ങൾ അനാഥമ എന്ന് പറയണം. മാറാനാഥ, മാറാനാഥ. അപ്പം മാറാനാഥ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മാറി നിൽക്കടാന്നല്ല. മാറാനാഥ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നമ്മുടെ കർത്താവ് വരുന്നു. കയ്യൊന്ന് ഉയർത്തി പറഞ്ഞ മക്കളെ, എല്ലാ കയ്യൊന്ന് ഉയർത്തി. നമ്മുടെ കർത്താവ് വരുന്നു, നമ്മുടെ കർത്താവ് വരുന്നു, നമ്മുടെ കർത്താവ് വരുന്നു, ഞങ്ങളുടെ കർത്താവ് വരുന്നു. അത് പറയാനായോ അവിടെ വെച്ച്. ഇപ്പോൾ ഒരു കൂട്ടർ നമ്മുടെ കർത്താവ് വരുന്നു പറയും, മറ്റേ ആൾ പറയും അവനെ സ്നേഹിക്കാത്തവനും ശപിക്കപ്പെട്ടത്. ഇത് വന്ദനമായി മാറി. ഇപ്പം ആരെങ്കിലും അത് പറയാറുണ്ടോ? മാറാനാഥ അനാഥം പറയാറുണ്ടോ? മാറാനാഥ അനാഥമ. ഇത് വന്ദനമായി സഭയുടെ വന്ദനം. ഓരോ സഭയ്ക്കും ഓരോ ദേശത്തിനും വന്ദനങ്ങളുണ്ട് ഇല്ലേ? ഇന്ത്യക്കാരെന്താ സാധാരണ വന്ദനം പറയുന്നത്? അവർക്ക് പറയുന്നേ ഇച്ചിരി പിളർപ്പുണ്ട് നമ്മൾ തമ്മിൽ, ഇനി എത്തുന്നില്ല. നമസ്തേ. ഇന്ത്യയുടെ വന്ദനമാണ് നമസ്തേ. ഗൾഫുകാരെന്താ പറയും? സലാം അലൈക്കും, വലൈക്കും സലാം. ഗൾഫിൽ വലിയവരൊക്കെ ഇരുമില്ലേ? ഇസ്രായേലിൽ ചെന്ന അവരുടെ വന്ദനം ഷാലോം, ഷാലോം. അമേരിക്കയിലാണ് ഗുഡ് മോർണിംഗ്, വൈകിട്ടാണ് ഗുഡ് ഈവനിങ്. അവർക്ക് ഓരോ സമയത്ത് ഓരോ വന്ദനമാണ്. രാത്രിയിലാണ് ഗുഡ് നൈറ്റ്. നമ്മൾ പെന്തക്കോസുകാർ തമ്മിൽ കാണുമ്പോൾ എന്താ വന്ദനം പറഞ്ഞു? ഞാൻ പറഞ്ഞു എന്താ? പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. കേട്ടോ നോക്കിയാ
ഇപ്പോൾ ഒരാൾ അങ്ങോട്ട് പ്രൈസലോട് ഓർമ്മ, മറ്റേ പുള്ളി ചോദിക്കും പുതിയ വിശ്വാസിയായിരിക്കില്ലേ? ഒരാൾ സ്തോത്രം, പുതിയ വിശ്വാസിയാ എന്ന് പറഞ്ഞാൽ പഴയ വിശ്വാസി. എന്നാലും ഇയാടെ ഞങ്ങളുടെ ചർച്ചയിൽ ആരണ്ടോ ഒന്ന് പ്രസംഗിച്ചു, ഈ നേഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് മുഴുവൻ സൂചി കുത്താ, നമ്മൾ അമ്മച്ചിമാൻ തൂശി വെക്കുക എന്ന് പറയും. തൂശി വെപ്പ കുത്താൻ ആദ്യം പഠിപ്പിക്കുന്നത്. അങ്ങനെ കുത്തി 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 കുറേ കഴിയുമ്പോൾ ഈ പുള്ളിക്കാരി പിന്നെ കുത്തണ്ട, കുത്തിയത് ഒത്തൊന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ പ്രായം കുറേയൊക്കെ കാലം കഴിഞ്ഞപ്പം പൗലോസ് പറഞ്ഞ പോലെ ഇപ്പം സ്തോത്രമൊന്നും പറഞ്ഞില്ല, സ്തോത്രം പറഞ്ഞ ഒത്തൊന്ന് നോക്കാൻ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മളെന്തിനാ സ്തോത്രം പറയുന്നത്? വല്ലതും മനസ്സിലായിട്ടുണ്ടോ? ഒത്തിരി പേര് എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ പെന്തക്കോസുകാർ തമ്മിൽ കാണുമ്പോൾ എന്താ സ്തോത്രം പറയുന്നത്? അത് കുറഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാ നമ്മൾ തമ്മിൽ സ്തോത്രം പറയുന്നത് അറിയാവോ? തമ്മിൽ കാണുമ്പം ഒരു സെക്കൻഡിൽ 6 പേർ വീതം, ഒരു മിനിറ്റിൽ 360 പേർ വീതം, ഒരു മണിക്കൂറിൽ 360 പേർ വീതം, ഒരു മണിക്കൂറിൽ 21,600 പേർ വീതം ഈ ലോകത്തോട് യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 5,18,000 പേർ, ഏകദേശ കണക്കാണ്. നിങ്ങൾ ഈ കഴിഞ്ഞ രാത്രി യോഗത്തിന് വന്ന് മടങ്ങി വീട്ടിൽ പോയി വീണ്ടും ഈ യോഗത്തിന് വന്ന് നേരം കൊണ്ട് 5 ലക്ഷം ആളുകൾ പോയി വിടുന്നു. ഇന്നത്തെ പത്രം വായിച്ചോ? 18കാരി, 16കാരൻ, 30കാരൻ, 32കാരി, മരണത്തിന് പ്രായ വ്യത്യാസമൊന്നുമില്ല, ദയമൊന്നുമില്ല, 50കാരൻ, 42കാരൻ, 7 വയസ്സുകാരൻ ഒക്കെ പോയി. അപ്പോൾ ഒരു ഞായറാഴ്ച നിങ്ങൾ ആരാധനയ്ക്ക് വന്നിട്ട് അടുത്ത ഞായറാഴ്ചയ്ക്ക് വരുമ്പോഴത്തേന് 7-5 ലക്ഷം ആളുകൾ പോവും. അതൊരാൾ നിങ്ങളും ഞാനും ആകാഞ്ഞത് നിങ്ങളുടെ എൻ്റെ മിടുക്കല്ല, തമ്പുരാൻ്റെ കരുണയാണ്. ഇനിയെങ്കിലും മനസ്സിലായോ? നമ്മൾ തമ്മിൽ കാണുമ്പോൾ സ്തോത്രം പറയുന്നത് തമ്മി സ്തോത്രം കൊടുക്കുകയല്ല. നമ്മൾ തമ്മിൽ കാണുമ്പോൾ സ്തോത്രം പണ്ട അർത്ഥം, സഹോദര സഹോദരി, നമ്മൾ തമ്മിൽ കണ്ടുപിരിഞ്ഞ ശേഷം എത്രയോ ആളുകൾ ലോകത്തോട് യാത്ര പറഞ്ഞു. വീണ്ടും കാണാൻ കൃപ തന്ന ദൈവത്തിന് സ്തോത്രം. നിൻ്റെ സഹോദരനെ വീണ്ടും കണ്ടതിൽ സന്തോഷമുണ്ട്, സ്തോത്രം പറ. നിൻ്റെ സഹോദരിയെ വീണ്ടും കണ്ടതിൽ സന്തോഷമുണ്ട്, സ്തോത്രം പറ. കൈകൾ ഉയർത്തി സ്തോത്രം പറ സഹോദര. കൈകളൊന്ന് ആട്ടി ദൈവത്തെ സ്തുതിച്ചേ. ഞാൻ പറയട്ടെ, കൈയൊന്ന് ഉയർത്താൻ കഴിഞ്ഞാൽ കൃപയാ, കൈ ആട്ടാൻ കഴിഞ്ഞാൽ കൃപയാ, ഉയർത്തിയ കൈ താക്കാൻ കഴിഞ്ഞാൽ കൃപയാ, കൈയൊന്ന് അടിക്കാൻ കഴിഞ്ഞാൽ കൃപയാ, വായൊന്ന് തുറക്കാൻ കഴിഞ്ഞാൽ കൃപയാ, തുറന്നവ അടയ്ക്കാൻ കഴിഞ്ഞാൽ കൃപയാ. കരമടിച്ച് ശക്തിയോട് സ്തോത്രം പറ. കൃപ 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 ശക്തിയോടെ. ബൈബിളിലൊരു വാക്യം ഞാൻ കൂടെ പറയും. ആ വാക്യം ഇതാണ്: യഹോവേ, ജീവനും കൃപയും എനിക്ക് നൽകി, നിന്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു. നിന്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു. പാസ്റ്റർ ബി മോഹനേഷ് ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ കാണാതൊരു കരം എൻ്റെ ശ്വാസം ഓരോ തവണ ഞാൻ പുറത്തേക്ക് കൊണ്ട് ശ്വാസം തള്ളിക്കൊണ്ടിരിക്കുക. ഒരു തവണ ആ കരം എൻ്റെ ശ്വാസം അകത്തേക്ക് തള്ളിയില്ലെങ്കിൽ ഞാനിവിടെ പിടഞ്ഞു വീഴും. 150 ഡോക്ടർമാരിവിടെ ഉണ്ടെങ്കിലും അവർക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല. അതേ സഹോദരി, നിൻ്റെ ശ്വാസം, സഹോദര നിൻ്റെ ശ്വാസം, നിൻ്റെ മടിയിരിക്കുന്ന കുഞ്ഞിൻ്റെ ശ്വാസം, നീ അറിയാതൊരു കരമകത്തേക്ക് തള്ളിക്കയറ്റുക. നീ വാരി വിഴുങ്ങുന്ന ഗുളികയുടെ ശക്തിയോ നിന്നെ നോക്കുന്ന ഡോക്ടറുടെ നൽപ്പോ കെട്ടിടത്തിൻ്റെ വലിപ്പമോ കണ്ടല്ല ഇവിടുന്ന് സ്തോത്രം പറയുന്നത്. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി തീരാത്ത കൊണ്ടാണ്. നിന്നെ നോക്കുന്ന ഡോക്ടറുടെ ശ്വാസം പോലും കയ്യിലുള്ള ഒരുവനുണ്ട്. അവനെയാണ് ഇന്ന് രാത്രി ഇവിടെ ഉയർത്തുന്നത്. ഓ ഷമ റഖുനിയ, ഈ രാത്രി ഇവിടെ ശ്വാസം പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയോർത്ത് ശക്തിയോട് കൈ ഉയർത്തി കരങ്ങൾ അടിച്ച് അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്താം. പുകഴാൻ ഒന്നുമില്ലപ്പാ, പ്രശംസിപ്പാൻ ഒന്നുമില്ല കർത്താവേ, നിന്റെ കൃപയാ 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 കൃപയാ. വന്ദനം, സഭയുടെ വന്ദനം കർത്താവിൻ്റെ വരവായിരുന്നു. സഭ രണ്ടുപേര് തമ്മിൽ കണ്ടാൽ പറയാൻ അവർക്ക് അതേ ഉള്ളായിരുന്നു. കർത്താവ് വരാറായി, യേശു വരാറായി. ഇന്നെന്തൊക്കെയാ പറയുന്നത് തമ്മിൽ താൻ ചിന്തിച്ചാൽ മതി. യേശു വരാറായി. അവനെ സ്നേഹിക്കാത്തവൻ ശവിക്കപ്പെട്ടവൻ. 2, സഭയുടെ പ്രത്യാശ. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 15 വാക്യങ്ങളിൽ, സഹോദരന്മാരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ, മക്കളെ എടുത്തോ, ഒന്ന് എടുത്തൊക്കെ വായിച്ചോ, ദുഃഖിക്കാതിരിക്കേണ്ടെന്ന് പറയുന്നു. നിങ്ങൾ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. നിങ്ങളോട് പറയുന്നു, യേശു ക്രിസ്തുവിനെ നിദ്ര കൊണ്ടുവല്ലും ദൈവം ഉയർത്തുന്ന നിമിഷങ്ങളിൽ നിദ്ര കൊള്ളുന്നവരെ ദൈവം ഉയർപ്പിക്കും. എന്നിട്ട് പറഞ്ഞ് കർത്താവ് താൻ പറഞ്ഞോ ഗംഭീരനാഥത്തോടും പിന്നെ പ്രധാന നിശബ്ദത്തോടു കൂടെ പറഞ്ഞോ ഇറങ്ങി വരും. ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. പിന്നെ ഇങ്ങനെ നാം എല്ലായ്പ്പോഴും
കവിനോടുകൂടി ആയിരിക്കും ഈ വചനങ്ങളെ കൊണ്ട്. അപ്പം അതെത്ര ശ്രേഷ്ഠമാണ്. നിദ്ര, ഉറക്കം. നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിയില്ല. മരിക്കാന്ന് പറഞ്ഞാൽ പോയെന്നല്ല. മരണത്തിൻ്റെ വാക്കുകളൊക്കെ മനുഷ്യൻ പറയുന്നത് ഒത്തിരി വ്യത്യാസമാണ്. ഈ മരണം, ശവപ്പെട്ടി, ശവടക്ക്, ശവമഞ്ചം, സെമിത്തേരി, ശവമഞ്ചം, ഇതൊക്കെ കേൾക്കുന്നതേ ഞെട്ടല. ഇപ്പം തന്നെ എൻ്റെ മുഖമല്ലാതായി അല്ലേ, ഞെട്ടല. ഇന്ന് വേദപുസ്തകം എത്ര മനോഹര പദമാണ് ഉപയോഗിക്കുന്നത്. നിദ്ര. എൻ്റെ സ്നേഹിതനാ ലാസർ ഉറക്കേത് പറയുന്നേ, നിദ്ര കൊള്ളും. ഞാൻ ഉണർത്താൻ പോകുന്നു. നിലത്തെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ ചിലർ നിത്യജീവനായും നിത്യലജ്ജയ്ക്കായി ഉണരും. എന്തോ മനോഹര പദമാണ്. ഈ മനുഷ്യൻ്റെ മരണത്തെക്കുറിച്ചൊക്കെ പറയുന്ന പല വ്യത്യാസമാണ്. നിങ്ങൾക്കറിയാം, തിരുമേനി കാലം ചെയ്തു, മഹാരാജാവ് നാട് നീങ്ങി, പിന്നെ ബ്രാഹ്മണനാണെങ്കിൽ തീപ്പെട്ടു, മുതലാളി നിര്യാതനായി, തോമാച്ചായൻ ചരമമടഞ്ഞു, പാവപ്പെട്ടവനാണെങ്കിൽ ചത്തുപോയി. കാലം ചെയ്തു മക്കളെ, അന്തരിച്ചു, നാട് നീങ്ങി, തീപ്പെട്ടു, ചരമമടഞ്ഞു, പാവപ്പെട്ടവൻ ചത്തുപോയി. എല്ലാം ഒന്നേ ഉള്ളൂ. തമിഴ് പറഞ്ഞു സത്തുപോയി. പക്ഷെ അവിടെയും വേറെ കീർത്തിയാണ്, അവിടെയും വേറെ കീർത്തിയാണ്, ചത്തുപോയി. പ്രൈസ് ലോർഡ്. പക്ഷെ വേദപുസ്തകം പറഞ്ഞു നിദ്ര കൊള്ളുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ഇത്രയും പറഞ്ഞുണ്ട്. കാരണം എല്ലാം പറയുന്ന അത്ര നിലയില്ല. അത് 20 വർഷം മുമ്പ് മരിച്ചൊരു ദൈവദാസി, രക്ഷിക്കപ്പെട്ട ദൈവവേദൻ, അല്ലെ 30 വർഷം മുമ്പ് മരിച്ചു. ഇനിയും കർത്താവ് വരാൻ എത്ര നാളൊന്നും നമുക്കറിയില്ല. ഇനിയും 10 വർഷം ഉണ്ടെന്നിരിക്കട്ടെ, അടുത്ത ദിവസം വരുമോ നമ്മുടെ പ്രതീക്ഷ. എത്ര കാലം ഉണ്ടെങ്കിലും, അല്ലെ 50 വർഷം മുമ്പ് മരിച്ചൊരു ദൈവവൈതൽ കാഹളം ധ്വനിക്കുമ്പോൾ എഴുന്നേറ്റ് വരുന്നത് 50 വർഷത്തെ ക്ഷീണത്തോടല്ല, ഇന്നലെ ഉറങ്ങാൻ പോയിട്ട് എഴുന്നേറ്റ് വരുന്ന പോലെ. ഒന്ന് കൈയടിച്ച് സ്തോത്രം പറഞ്ഞേ ഞങ്ങതിയോട്. അതാ 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ഒരു ദിവസം പോലെയും രാത്രിയിലേ ഇത്രയേ ഉള്ളന്നേ. അല്ല 50 വർഷം ക്ഷീണത്തോടല്ല വരുന്നേ. അതാണ് നമ്മുടെ കർത്താവിൻ്റെ പദ്ധതി. നിദ്ര പ്രത്യാശ. എന്താ? കർത്താവ് വരും, കാഹളം ധ്വനിക്കും, മരിച്ച വിശുദ്ധർ ഉയർക്കും, ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. ഇത് സഭയുടെ പ്രത്യാശയാ. ഞങ്ങളത് പഠിപ്പിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു, പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഈ പെന്തക്കോസിലെ കുഴപ്പന്മാരും തുടങ്ങിയിട്ടുണ്ട് ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന്. ഇപ്പം ചിലതൊക്കെ ഇതിനകത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ റാപ്ചർ, പിന്നെ പറയണ്ടേ റാപ്ചറൊക്കെ ചുമ്മാതാന്ന്. നീ ചുമ്മാതാന്നും പറഞ്ഞിരുന്നു. ഞങ്ങളുടെ കർത്താവ് വരും, കാഹളം ധ്വനിക്കും, ഞങ്ങൾ ഉറയൊക്കെ പറക്കും. ഇപ്പം സഭയുടെ പ്രത്യാശ കർത്താവിൻ്റെ വരവ്. 3, സഭയുടെ കാത്തിരിപ്പ്, കർത്താവിൻ്റെ വരവ്. ഫിലിപ്പിയ ലേഖനം 3:20 നമ്മുടെ പൗരത്വമോ പറഞ്ഞോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു രക്ഷിതാവായി രാജാവായി വരുമെന്ന് നമ്മൾ കാത്തിരിക്കുന്നു. കണ്ടോ സഭയുടെ കാത്തിരിപ്പ്, കർത്താവിൻ്റെ വരവാണ്. ഇനി സഭയുടെ പ്രാർത്ഥന. 4 കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സഭയുടെ പ്രാർത്ഥന ഒന്ന് വായിച്ച മോനെ. വെളിപ്പാട് 22:20. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 20-ാം വാക്യം. അതേ ഞാൻ വേഗം വരുന്നു എന്നരുളി ചെയ്യുന്നു. ആമേൻ കർത്താവായ യേശുവേ വരണമേ. അപ്പൊ സഭയുടെ പ്രാർത്ഥന എന്തായിരുന്നു? ഉറക്കെ പറയുന്നേ. ആമേൻ കർത്താവായ യേശുവേ. ഉറക്കെ പറ. ആമേൻ കർത്താവായ യേശുവേ. അപ്പോൾ 1 സഭയുടെ വന്ദനം, കർത്താവിൻ്റെ വരവ്. 2 സഭയുടെ പ്രത്യാശ, കർത്താവിൻ്റെ വരവ്. 3 സഭയുടെ കാത്തിരിപ്പ്, കർത്താവിൻ്റെ വരവ്. 4 സഭയുടെ പ്രാർത്ഥന. ഒന്നുകൂടെ പറഞ്ഞു. ആമേൻ കർത്താവായ യേശുവേ. ഇപ്പം ഈയിടെ കാനവച്ചൻ പണ്ട് പറഞ്ഞ പോലെ ഇപ്പം കർത്താവെ വരണമേ എന്നല്ല, ഇപ്പോഴും സഭയുടെ പ്രാർത്ഥന കർത്താവെ തരണമേ എന്നാ. വരണമേ എന്ന് മാറി തരണമേ. പിന്നെ നിങ്ങൾ ഇച്ചിരി കൈ നിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞു? എന്നാൽ അതിൽ മോനെ എന്നോട് വായിച്ചടാ. നീ ഉറങ്ങുവാണോ? പെട്ടെന്ന് വായിക്കുക, മറിച്ച് വായിക്കുക, പെട്ടെന്ന് വായിക്കുക. എന്താ അവിടെ കർത്താവ് പറഞ്ഞേ? ഇതാ ഞാൻ, അതേ ഞാൻ വേഗം വരുന്നു എന്നരുളി ചെയ്യുന്നു. ആമേൻ കർത്താവായ യേശുവേ വരണമേ. ഈ ഞാൻ ഒത്തിരി കല്യാണം നടത്തുന്ന ആളാണ്, നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. ഒത്തിരി കല്യാണം ഇവിടെ ഇനി അടുത്ത ദിവസം അടുത്ത് കണ്ടുണ്ട്. ഇവിടെ കണ്ടൊക്കെ കല്യാണം നടത്താൻ വേണ്ടി ഓഡിറ്റോറിയങ്ങളുണ്ടല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കും, ഈ കല്യാണം ഉറച്ചു കഴിഞ്ഞാലേ കല്യാണത്തിന് ധൃതി ചെറുക്കനാണോ പെണ്ണിനാണോ? നിങ്ങളൊന്ന് പറ, പനവേലിക്കാർ പറ.
ഇവിടുന്ന് കേൾക്കട്ടെ. കല്യാണം ഉറച്ചു കഴിഞ്ഞാൽ കല്യാണം നടക്കാനുള്ള ധൃതി ആർക്കാ? ഉറക്കെ പറ. അവരാണ്ട് പറയുന്നു മണവാളനാന്ന്. നിങ്ങൾ പറയും മണവാട്ടിക്കാന്ന്. ചിലർ പറയും രണ്ടു പേർക്കും ആന്ന്. ഓക്കെ, എന്തെങ്കിലും ആട്ടെ. പക്ഷേ ഈ സഭയിലെ മണവാളനും മണവാട്ടിയും തമ്മിൽ നോക്കിയാൽ മണവാളൻ എന്നാ പറഞ്ഞേ? ഇതാ ഞാൻ വേഗം വരുന്നു. അപ്പം മണവാട്ടി എന്നാ പറഞ്ഞേ? ആമേൻ കർത്താവായ യേശുവേ. വേഗം നമ്മൾ കൈ നിട്ടതാ. വരണമേ. അത്ര ധൃതിയൊന്നും വേണ്ട, പെതുക്കെ വന്നാൽ മതിയെന്നേ. അത് സത്യമല്ലേ? പെന്തക്കോസുകാരുടെ പണ്ടത്തെ പാട്ടൊക്കെ എന്തൊക്കെയായിരുന്നു? എന്നു വരും, എപ്പോൾ വരും, പോയതുപോലെൻ മണവാളനെ. പിന്നെ മൽപ്രിയനെ ഇതരയിൽ നിന്നു നിൻ ശുദ്ധരെ ചേർത്തിടേണേ. പിന്നെ കത്തുകത്തേകനായി നിൻ വരവോർത്തു ഞാൻ നാളത്ര നീക്കിയൻ യേശുദേ. പിന്നെന്തുവാ? കന്തനെ കാണുവാൻ. മക്കളെ ഒന്ന് എഴുന്നേക്കടേ. എനിക്ക് പ്രത്യാശ മറ്റും ഓ കന്തനെ കാണുവാൻ ആർത്തിവാളരുന്നേ. ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നൂരാ. കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നൂരാ. ചെയ്ത പ്രിയൻ വരും നിശ്ചയം. ചെയ്ത പ്രിയൻ വരും നിശ്ചയം. കാന്തനെ കാണുവാൻ ആർത്തി വളരും. ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ കാണുവാൻ ആർത്തി വളരും. ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. ഞാൻ നിനക്കുള്ളവൻ, ഇന്നലെയോ ഇന്നും എന്നേക്കും. ഞാൻ നിനക്കുള്ളവൻ, നീ എനിക്കുള്ളവൻ. ഇന്നലെയും ഇന്നും എന്നേക്കും. കണ്ടാൽ മതി വരാ സുന്ദര രൂപനേ. കണ്ടാൽ മതി വരാ സുന്ദര രൂപനേ. കൂടിക്കാൺമാൻ വാഞ്ചയിരുന്നേ. കൂടിക്കാൺമാൻ വാഞ്ചയിരുന്നേ. കന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ. ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ. ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. തമ്മിൽ കാണും ശുദ്ധന്മാർ വാനത്തിൽ. കോടാകോടി ഗണം തേജസ്സിൽ. തമ്മിൽ കാണും ശുദ്ധന്മാർ വാനത്തിൽ. കോടാകോടി ഗണം തേജസ്സിൽ. സർവാംഗ സുന്ദരൻ ആകുമൻ പ്രിയനേ. സർവാംഗ സുന്ദരൻ ആകുമൻ പ്രിയനേ. കാണുമതിൽ മധ്യേഴയോ. കാണുമതിൽ മധ്യേഴയോ. കാണുമതിൽ മധ്യേഴയോ. കാണുമതിൽ മധ്യേഴയോ. കാന്തനെ കാണുവാൻ ആർത്തി വളരും. ഇല്ല പ്രത്യാശ മറ്റൊന്നിലോ. കാന്തനെ കാണുവാൻ ആർത്തി വളരും. ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ കാണുവാൻ ആർത്തി വളരും. ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? കൈയ്യോർത്തി സ്തോത്രം. തമ്മിൽ കാണും ശുദ്ധന്മാരും വനത്തിൽ. കോടി ഗണം തേജസ്സിൽ. സർവാംഗ സുന്ദരനാമൻ്റെ പ്രിയനെ ഞാൻ കണ്ണോട് കണ്ട് കാണും. ഞാനും അവിടെ കാണും. പ്രത്യാശ ഉണ്ടോ? ധൈര്യമുണ്ടോ? നമ്മുടെ പ്രത്യാശ അതാ. സ്തോത്രം. പണ്ട് പെന്തക്കോസ്തുകാരുടെ പാട്ട് മുഴുവൻ ഉപവാസപ്രാർത്ഥന വെച്ചാലും കൺവെൻഷൻ വെച്ചാലും സഭായോഗത്തിനിടയിലും എല്ലാം ഇതാ. അമ്മച്ചിമാരെയൊക്കെ പ്രിയൻ എന്നൊക്കെ വിളിച്ചു. കാരണം എഴുന്നേറ്റ ഉടനെ പ്രിയം വേഗം വരും നിത്യരാജാവായി.
അമ്മച്ചി അവിടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചിയുടെ പേര് തന്നെ പ്രിയൻ എന്നാണ്. എഴുന്നേറ്റാ പാടുന്നതാ. ഇപ്പോൾ നമ്മുടെ പാട്ട് എന്തൊക്കെയാണ്? ഇവർ പാടിയൊന്നും ഞാൻ കേട്ടില്ല, താമസ വന്നു. ഇപ്പം നമ്മുടെ പാട്ട്, ഞാൻ ഈ പാട്ടിനെ ഒന്നും കുറ്റം പറയല്ല, കർത്താവിൻ്റെ നന്മയെക്കുറിച്ച് പാടാൻ അതിൽ നിന്നൊക്കെ നല്ലൊരു പാട്ടില്ല. എന്നാൽ ഞാനിപ്പം നമ്മുടെ പാട്ട് എന്താണെന്ന് ചോദിച്ചാൽ, അന്നവോ ശ്രോതിനോൻ മോകളെ എണ്ണമില്ലാതെ മേൽ ചൊരിഞ്ഞു. അതുകൊണ്ട് കർത്താവേ ഇപ്പോഴൊന്നും നീ വരല്ലേ. പട്ടിണിയും പരിവട്ടമായി കിടന്നപ്പം പാട്ട് മുഴുവൻ എന്ന് വരും, എപ്പോൾ വരും, പോയതുപോലെ മണവാളൻ. ഇപ്പോഴെങ്ങും വരല്ലേ എന്നാ. 7 ദിവസം കൊണ്ട് 250-350 പേരൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. മനസ്സിലായി. പക്ഷേ ഈ 350 എണ്ണം പ്രസംഗിച്ചാലും യേശു കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഒരുത്തം പോലും മിണ്ടത്തില്ല. എനിക്ക് അതിശയം തോന്നുക. ഇപ്പം ബഹളവാ, പിടിച്ചോ പ്രാപിച്ചോ, തെള്ളിയിടയിലും അവൻ്റെ മണ്ടയ്ക്ക് കയറി കിടക്കലും ഒക്കെ. ഒരുത്തൻ, ഞാൻ ഈയിടെ ഒരു വീഡിയോ, ഒരുത്തൻ്റെ മണ്ടയ്ക്കോട്ട് 10-20 എണ്ണം മാന്തിക ചാടി കയറുക. അവൻ്റെ ഇടേ സുബീസ, ഇതൊക്കെ പരിശുദ്ധാത്മാ. ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഹോൾസെയിൽ ഡീലറായി ദൈവം ആരെ ഏൽപ്പിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവിനെ തരേണ്ടത് ഉയരത്തിലിരിക്കുന്നവനാ, അല്ലാതെ ഇവിടെ ആരെയും ഡീലർഷിപ്പ് ഏൽപ്പിച്ചിട്ടില്ല. ആദ്യം നീ പഠിയത്. ഒരുത്തന്നെ മണ്ടയ്ക്കോട്ട് കയറി അവനെ അള്ളിപ്പിടിക്കുക, അവൻ്റെ നിന്നും പ്രാപിക്കുക. എന്താ പറഞ്ഞേ? ദൂതൊക്കെ പരിശുദ്ധാത്മ ഡൈവേർട്ട് ചെയ്യുന്നു. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോണം നിങ്ങൾ നഗരത്തിൽ പാർപ്പിക്കും. അപ്പോൾ ഉയരത്തിൽ നിന്നാണ് ശക്തി വരുന്നതെങ്കിൽ അത് തരുന്ന ഉയരത്തിലുള്ള ആരുമല്ല, ഉയരത്തിലിരിക്കുന്നവനാ. പിന്നെ കർത്താവ് എന്താ പറഞ്ഞേ? ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാൾ യേശു എന്നുകൊണ്ട് ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവനെ സൗജന്യമായി വാങ്ങട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവനത്തിന്റെ നദികൾ ഒഴുകും. പരിശുദ്ധാത്മാവ് നിന്റെ പുറത്തു നിന്ന് അകത്തേക്ക് കയറേണ്ടതല്ല, നിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരേണ്ടതാ. അങ്ങനെ നിന്റെ അകത്തൊരുവൻ വരണം, നാസറേയനായ യേശു. യേശു നിന്റെ അകത്തുണ്ടെങ്കിൽ ആത്മനദി അവൻ ഒഴുക്കി വിടും. ഒന്ന് കൈയടിച്ച് ആത്മാവിൽ ആരാധിച്ചേ. ഇവിടെ ഒരുത്തൻ കുരുക്കി അകത്ത് കയറ്റേണ്ടതല്ല പരിശുദ്ധാത്മാവ്. വിവരമില്ലല്ലോ എന്നാ ഞാൻ ചിന്തിക്കുന്നു. വചനം പഠിക്കണം. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെ അറിയാൻ തെറ്റിപ്പോകുന്നു. പരിശുദ്ധാത്മാവിനെ തരാൻ ഇവിടെ ഒരുത്തനും അവകാശമില്ല, അധികാരമില്ല. അധികാരമുള്ളവൻ ഉയരത്തിലിരിക്കുന്നവനാണ്. സ്തോത്രം, സ്തോത്രം. പോട്ടെ, എൻ്റെ വിഷയം അതൊന്നുമല്ല. നമ്മുടെ വിഷയം കർത്താവിൻ്റെ വരവ്. അപ്പം ഒരുത്തം പോലും യേശുവിൻ്റെ വരവ് പ്രസംഗിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പം 2-ാം ദിവസമാണെന്ന് തോന്നി ഇത് പ്രസംഗിക്കുന്നില്ലേ. കർത്താവിൻ്റെ വരവ് വേറെ ആയാലും പ്രസംഗിച്ചോ? ആട്ടെ, എന്തായാലും പ്രസംഗിച്ചല്ലോ, ഞാൻ പ്രസംഗിച്ചേ പോവും. ഈ അപ്പച്ചന്മാരോട് ചോദിച്ചേ, 5 ദിവസം പെന്തക്കോസുകാരൻ്റെ ഒരു കൺവെൻഷൻ ഉണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും കർത്താവിൻ്റെ വരവ് അല്ലേച്ചാ പ്രസംഗിച്ചിരിക്കും. ഇവ പ്രസംഗിച്ച് പ്രാസംഗികന് തന്നെ സംശയമായി കർത്താവ് വരുമോന്ന്. അഥവാ വന്നാ പോന്ന് അയാൾക്ക് ഉറപ്പില്ല. ഈ രാത്രി ഞങ്ങൾ പനവേലിക്കാരോട് പറയാം, കർത്താവ് ആരെയും കാത്തു നിന്ന് കൊണ്ടുപോകാൻ വരുന്നില്ല, കാത്തു നിൽക്കുന്നവരെ ചേർക്കാൻ യേശു വരും. യേശു ആരെ ഒരുക്കി കൊണ്ടുപോകാൻ വരുന്നില്ല, ഒരുങ്ങി നിൽക്കുന്നവരെ ചേർക്കാൻ യേശു ഇറങ്ങി വരും. കയ്യൊന്നടിച്ച് സ്തോത്രം പറ. ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ കർത്താവ് വരും. നൂറ്റാണ്ടുകളായി വിശുദ്ധന്മാർ കാത്തിരുന്നു. അവർ അന്യരും പരദേശികളും എന്ന് പറഞ്ഞെണ്ണി അപമാനം സഹിച്ച് ഈ പുസ്തകം നെഞ്ചോടിയർത്ത് പിടിച്ചവർ ഇവിടെ മൃത്യുവിനിരയായി നിത്യതയിലേക്ക് പറന്നുപോയി. അവരുടെ എല്ലാം പ്രതീക്ഷ യേശു കർത്താവിൻ്റെ വരവായിരുന്നു. ഞങ്ങളുടെയും പ്രതീക്ഷ ഞങ്ങളുടെ കർത്താവിൻ്റെ വരവാ. അതിനപ്പുറത്തൊന്നും ഇവിടില്ല. അത് പിന്നെ സമയമുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ സ്പർശിക്കാം. ഓക്കെ, അടുത്ത സാക്ഷി. ഇപ്പം ഞാൻ 6 സാക്ഷി പറഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞേക്കാം, നിങ്ങളുടെ ഉള്ളിൽ കയറട്ടെ. 1 പഴയ ഭക്തന്മാരുടെ സാക്ഷ്യം പറഞ്ഞു. 2 പുതിയ ഭക്തന്മാരുടെ സാക്ഷ്യം. 3 സ്വർഗീയ ദൂതന്മാരുടെ സാക്ഷ്യം. 4 കർത്തൃമേശയുടെ സാക്ഷ്യം. 5 പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം. 6 സഭയുടെ സാക്ഷ്യം. 7ാമത്തെ സാക്ഷി ആരാന്ന് കേൾക്കണോ? യേശു കർത്താവിൻ്റെ സാക്ഷ്യം.
യോഹന്നാന്റെ സുവിശേഷം 14:1 നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, അല്ലേ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അടുത്ത പറ, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. സ്ഥലമൊരുക്കി കഴിഞ്ഞാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഈ രാത്രി ഞങ്ങൾ വിളിച്ചു പറയാം, ഐ വിൽ കം അഗൈൻ. ഞങ്ങൾക്ക് ആരുടെയും സാക്ഷ്യത്തിൻ്റെ ആവശ്യമില്ല, ഒരു സാക്ഷി തെളിവും വേണ്ട. ഐ വിൽ കം അഗൈൻ. ഓ, ഈ 3 വാക്ക് മതി അവനെ കാത്തിരിക്കാൻ. കാരണം അവൻ ഭോഷ്ക് പറയാത്തവനാ. കൈയടിച്ച് ആരാധിച്ചുകൊണ്ട് പറ, അവൻ വ്യാജം പറയുന്നവനല്ല. ഓ ഷമറകലാറം തുനിയ. ഞങ്ങളുടെ കർത്താവ് വോഷ്ക് പറയുന്നവനല്ല, അവൻ വ്യാജം പറയുന്നവനല്ല. ഒന്നിൽ കർത്താവ് കള്ളം പറഞ്ഞു, ഞങ്ങളുടെ കർത്താവ് കള്ളം പറയില്ല. അവൻ പറഞ്ഞു, ഐ വിൽ കം അഗൈൻ. ഞാൻ മടങ്ങി വരും, ഞാൻ മടങ്ങി വരും, ഞാൻ മടങ്ങി വരും. 14:18-19 ഞാൻ നിങ്ങളെ അനാഥരായി വിടില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരും. 14:19 കുറഞ്ഞെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ, ലോകം എന്നെ കാണില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നുണ്ട്, നിങ്ങൾ ജീവിക്കും. 14:23 ഞാൻ പോകുകയും, ബാക്കി പറ, നിങ്ങളുടെ അടുക്കൽ. എടാ, ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് ഒരു സാക്ഷിയാണ് വേണ്ട, നീ ഇതിൽ കൂടുതൽ ഒരു സാക്ഷി തെളിവും വേണ്ട. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വിസ്തരിക്കുന്ന ഒരു വേളയുണ്ട്, നിങ്ങൾക്കറിയാം. പീലാത്തോസും ഹെരോദാവും മാറി മാറി കർത്താവിനെ വിസ്തരിച്ചു. പക്ഷെ കർത്താവ് ഒന്നും മിണ്ടിയില്ല, നിശബ്ദനായിരുന്നു. ഈ വേദവസം പഠിച്ചപ്പോൾ ഞാൻ മറ്റൊരു വിഷയം പ്രസംഗിക്കാറുണ്ട്, മിണ്ടാതിരുന്ന കുഞ്ഞാട്. ഞാൻ വായിച്ചപ്പോൾ കർത്താവ് 2 സ്ഥലത്തെ വാതുറന്നുള്ളൂ. എല്ലാറ്റിനും കർത്താവ് മറുപടി പറഞ്ഞില്ല. അതെപ്പോഴൊക്കെയാണെന്ന് പറയാം. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 19:10 പിലാത്തോസ് ഒരു അഹങ്കാര വാക്ക് പറഞ്ഞു. മക്കളെ വായിച്ചു, ആരാ വായിക്കേ? പിലാത്തോസ് അവനോട്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യേശു അവനോട്, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എന്റെ മേൽ നിനക്ക് ഒരധികാരവും ഉണ്ടാകില്ലായിരുന്നു. യേശുവിനെ വിസ്തരിച്ചു വന്ന വേളയിൽ അവൻ ചോദിച്ചു, നീ എന്നാളാ മിണ്ടാതിരിക്കുന്നത്? നിന്നെ വിട്ടയക്കാനും നിന്നെ ക്രൂശിക്കാനും എനിക്ക് അധികാരമില്ലോ എന്ന് ചോദിച്ചപ്പോൾ സർവാധികാരി അവൻ വാ തുറന്ന് പറഞ്ഞു, മേലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്കെൻ്റെ മേൽ ഒരധികാരമില്ല. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ, വായം തുറന്ന് ദുഷ്ടപിശാചികൾക്ക് പറ, ദുഷ്ടപിശാചെ, മേലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്ക് എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിന്മേൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഒരധികാരമില്ല. കരമടിച്ച് അന്യഭാഷ ദൈവത്തെ സൂക്ഷിച്ചുകൊണ്ട് പറ, ദൈവം വിട്ടായി അനുവദിച്ചില്ലെങ്കിൽ പിശാചിന് നിൻ്റെ മേലൊരു അധികാരം. സാത്താൻ്റെ ചരക്ക് നിൻ്റെ ഇല്ലേ, തൻ്റെ ഇടത്തോട് പറ, മേലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്ക് എൻ്റെ മേൽ ഒരധികാരമില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ചോദ്യം ഹെരോദാവ് ചോദിച്ചതാണ്. മത്തായി സുവിശേഷം 26:63 നീ ദൈവപുത്രനോ പറക, നീ എന്താ മിണ്ടാതിരിക്കുന്നേ? ഉടനെ കർത്താവ് വാ തുറന്നു, അതെ ഞാൻ ആകുന്നു. മനുഷ്യപുത്രൻ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ തേരാക്കി വരുന്നതും നിങ്ങൾ കാണും. യേശു മടങ്ങി വരും. കൈയൊന്ന് ഉയർത്തി പറ, യേശു മടങ്ങി വരും. കർത്താവ് മടങ്ങി വരും. മക്കളെ, നിങ്ങളുടെ ഉള്ളിൽ കയറണം. ഈ ബൈബിള് പറഞ്ഞു യേശു വരും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് മുമ്പ് ഭൂമിയിൽ നടക്കേണ്ട 96ഓളം ഇൻസിഡൻസ്, അടയാളങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്. ഈ 96 അടയാളങ്ങളെ ബൈബിൾ 4ആയി തിരിക്കുന്നു. 1 പ്രാപഞ്ചിക ലക്ഷണങ്ങൾ, 2 ജാതീയ ലക്ഷണങ്ങൾ, 3 മാർഗീയ ലക്ഷണങ്ങൾ, 4 യഹൂദിയ ലക്ഷണങ്ങൾ. ഒന്നുകൂടെ പറയാം, പ്രാപഞ്ചിക ലക്ഷണങ്ങൾ, ജാതീയ ലക്ഷണങ്ങൾ, യഹൂദിയ ലക്ഷണങ്ങൾ, മാർഗീയ ലക്ഷണങ്ങൾ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവെടുക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ജാതീയ മണ്ഡലത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? യഹൂദ ജാതിയുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ക്രിസ്തീയ സഭയുടെ അവസ്ഥ എന്തായിരിക്കും? അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതും 4 ഒന്നിച്ച് പഠിച്ചാൽ നമ്മുടെ കർത്താവ് അടുക്കൽ വാതിക്കലായിരിക്കുകയാണ്. ഞാൻ ആദ്യം ഇവിടെ യഹൂദിയ ലക്ഷണം എല്ലാവർക്കും എല്ലായിടും ഒന്നും പ്രസംഗിക്കാൻ ഒക്കത്തില്ല. ഇപ്പം ആദ്യം വിചാരിച്ചു വന്നാൽ അത് തന്നെ ഒരു രാത്രി വേണം. ഈ 4 പഠിക്കണേ 4 രാത്രി വേണം. നിങ്ങൾക്കിപ്പോൾ മധ്യപൂർവേഷ്യയിൽ സംഭവിക്കുന്നതൊക്കെ അറിയാം. ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുക, അടുത്ത ജനുവരി 20 പിടിച്ചുകൊണ്ട് പോകാനെ വിട്ടില്ലെങ്കിൽ പളി മാറുമെന്ന്. അങ്ങോട്ട് കയറി പിച്ചി ഇപ്പം മൊത്തം മാന്തിക്കൊണ്ടിരിക്കുക. ആര് പറഞ്ഞിട്ടും നിങ്ങൾക്കറിയാമോ, കേരളത്തിൻ്റെ അത്രയുള്ളൊരു കൊച്ചു രാജ്യം അത്.
ലോകത്തിൽ ഒരുത്തനും അവനെതിരെ നിൽക്കാൻ കഴിയുന്നില്ല. ദൈവത്തിൻ്റെ വചനം നിറവേറും. സത്യവചനത്തിൽ എഴുതിയെല്ലാം സംഭവിക്കും. കാരണം അവർക്ക് കിട്ടേണ്ട പലയിടമുണ്ട്, അതെല്ലാം ഒന്നിച്ചവർ തിരിച്ചു പിടിക്കും. സകല ജാതികൾ അവർക്കെതിരായി മാറും. ഇപ്പോഴത്തെ രീതിയൊക്കെ മാറും. ഇപ്പം കൂടെ നിൽക്കുന്നവരും കൈയൊഴിയും. അപ്പോൾ അവർ കുത്തിയവങ്കിലേക്ക് നോക്കും. അവിടെ രക്ഷയ്ക്കായി വിടുവിക്കുന്നവൻ സിയോനിൽ ഇറങ്ങി വരും. ഈ വേദപുസ്തകത്തിൽ എഴുതിയതൊക്കെ സംഭവിച്ചേ ഒക്കു സഹോദര, സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കൈയൊന്ന് ഉയർത്തിയാട്ടി സ്തോത്രം പറഞ്ഞേ. അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ. ലൂക്കോസ് വിശേഷം 21:25 വായിച്ചോ മോനെ. ലൂക്കോസ് വിശേഷം 21:25 നമ്മുടെ കർത്താവ് പറഞ്ഞ തെളിവ്. സൂര്യനിലും വായിച്ചോ. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോട് കൂടിയ പരിഭ്രമം ഉണ്ടാകും. ആകാശത്തിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും. പിന്നെ കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോട് കൂടിയ പരിഭ്രമം ഉണ്ടാകും. അടുത്തത്, ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ച് നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. അപ്പൊ അവിടെ ജാതീയ ലക്ഷണവും പ്രാപഞ്ച ലക്ഷണവും ഒന്നിച്ചെഴുതിയേക്കാം. സൂര്യനിൽ ചന്ദ്രനിൽ നക്ഷത്രങ്ങളിൽ ലക്ഷ്യങ്ങളുണ്ടാകും. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോട് പരിഭ്രമമുണ്ടാകും. പിന്നെ അവിടെ എഴുതി, ജനം പേടിച്ച് നിർജീവന്മാരാകും. ഭയം വർദ്ധിക്കും, പേടി വർദ്ധിക്കും. മനുഷ്യൻ പേടിക്കൊണ്ടിരിക്കുക, ഭയം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഒരു കാര്യം, കടലിൻ്റെ ഇതൊക്കെ വിവരിക്കേണ്ട നേരമല്ല. കടലിളകും, അപ്പോൾ ജനമിളകും. അതെന്താ? ഇതിനു മുമ്പൊന്നും കടലിളകുമ്പോൾ ജനമിളകില്ല. എന്നാൽ ഇന്തോനേഷ്യയിൽ സുമത്ര എന്ന ദ്വീപിലുണ്ടായ ഒരു ഭൂമി കുലുക്കം, അതേ തുടർന്നാണ് രാക്ഷസ തിരമാല ഉയർന്നു. സുനാമി പ്രതിഭാസം. കൊന്നത്തക്കിൻ്റെ വലിപ്പം വരെ കടലിൻ്റെ തിരമാല ഉയരുമെന്ന് മനുഷ്യൻ കണ്ടു. 2 മിനിറ്റ് കൊണ്ട് 2 ലക്ഷം ആളുകളെ തുടച്ചു നീക്കപ്പെട്ടു. കടലും കായലും ഒന്നായി ആളുകളെ കൊണ്ടുപോയി. നമുക്കറിയാം, ഈ കൊല്ലം ഉൾപ്പെടെ, കായംകുളം ഉൾപ്പെടെ, ആലപ്പുഴ ഉൾപ്പെടെ. അതിനുശേഷം അമേരിക്കയിൽ പലതരം ഹരിക്കേൻ അടിച്ചു. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവിടെ അടിച്ചു. അപ്പോൾ അവർ നല്ല പെൺപിള്ളേരുടെ പേരൊക്കെ ഇട്ടു, കത്രീന എന്നും റീത്ത എന്നും ഒക്കെ ആയിട്ട്, പിള്ളേരുടെ പേരായിട്ട് അവർ അടിച്ചുകൊണ്ടങ്ങ് പോയി. ഈ ദൈവം കുലുക്കാൻ തുടങ്ങി ആർക്ക് തന്നെ നിർത്താൻ നോക്കും? ദൈവം പൊളിക്കാൻ തീരുമാനിച്ചാൽ ആർക്ക് പണിയാനൊക്കും? ദൈവം പറിക്കാൻ തീരുമാനിച്ചാൽ ആർക്ക് നടാനൊക്കും? എന്നാൽ ദൈവം നിന്നെ നിർത്താൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ആർക്ക് നിന്നെ കുലുക്കാൻ കഴിയില്ല. ദൈവം നിന്നെ പണിയാൻ തീരുമാനിച്ചാൽ അതാ പാസ്റ്ററെ, പൊളിക്കാൻ ആർക്കും കഴിയില്ല. എനിക്ക് തോന്നുന്നു 25 വർഷം മുമ്പുള്ള ദൂത. ദൈവം നിന്നെ പണിയാൻ ഏൽപ്പിച്ചാൽ ലോകത്തിൽ ഒരുത്തനും നിന്നെ പൊളിക്കാൻ കഴിയില്ല. ദൈവം നിന്നെ നിർത്താൻ തീരുമാനിച്ചാൽ ആർക്കും നിന്നെ കുലുക്കാൻ കഴിയില്ല. കയ്യണ്ണടിച്ച് വായ തുറന്ന ശക്തിയോടെ സ്തോത്രം പറ. അവൻ നമ്മെ പണിയും, ആർക്കും നമ്മെ പൊളിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. അപ്പൊ അന്നത്തെ ശേഷം കടലിളകിയ ഇളകും മനുഷ്യൻ. എന്താ ഇളകാൻ കാരണം എന്നറിയാമോ? ലോകത്തിലെ വൻ പട്ടണങ്ങളെല്ലാം സമുദ്രതീരത്താണ്. മനുഷ്യൻ സമുദ്രത്ത് വലിയ പട്ടണങ്ങൾ പണിതു. നിങ്ങൾ ഈ കേരളത്തിൻ്റെ കാര്യം ഓർത്തേ. അങ്ങേയറ്റം മുതൽ കന്യാകുമാരി സമുദ്രതീരത്ത്, തിരുവനന്തപുരം സമുദ്രതീരത്ത്, കൊല്ലം സമുദ്രതീരത്ത്, ആലപ്പുഴ സമുദ്രതീരത്ത്, കൊച്ചി സമുദ്രതീരത്ത്, കോഴിക്കോട് സമുദ്രതീരത്ത്, തൃശ്ശൂർ സമുദ്രതീരത്ത്, ബോംബെ സമുദ്രതീരത്ത്, ഇനി കുവൈറ്റ് സമുദ്ര നടുവിൽ, ബഹ്റിൻ സമുദ്ര നടുവിൽ, ഇല്ലേ? ലോകത്തിലെ വൻ പട്ടണം UK സമുദ്ര നടുവിൽ, അയർലൻഡ് സമുദ്ര നടുവിൽ. ഞാൻ പോയിട്ടുള്ള നഗരങ്ങളെല്ലാം സമുദ്ര നടുവിലാ, തീരത്താ. കാരണം വേദവസം പറഞ്ഞു, അവൻ വെള്ളം വിട്ടയച്ചാൽ അത് ഭൂമിയെ മറിച്ചു കളയും. മനുഷ്യൻ്റെ പണിയെല്ലാം ഞാൻ പോകാന് തമ്പുരാനെ കടലൊന്ന് വിട്ടയച്ചാൽ മതി. അതാ ഞാൻ പറഞ്ഞു, ഒന്ന് കണ്ടുകൊണ്ട് അഹങ്കരിക്കുകയൊന്നും വേണ്ട. കർത്താവിനെ ഉയർത്താനുള്ള അവസരമാണിത്. ശക്തിയോടെ കൈകൾ ഉയർത്തിയാട്ടി സ്തോത്രം പറഞ്ഞു. അപ്പം പേടിയാണ് മനുഷ്യർക്ക്, അതുണ്ടാവും. ഇതെല്ലാം നക്കി തുടച്ചുകൊണ്ട് പോവും. അപ്പം ഒന്നാമത് എഴുതി, ഭയം വർദ്ധിക്കും. മക്കളെ, ഞാൻ എഴുതി തന്നിട്ടില്ലെങ്കിൽ നിനക്ക് വായിക്കാം. സങ്കീർത്തനം 65:7 എടുത്തു വെച്ചോ. അഗായി പ്രവചനം 2-ാം അധ്യായം 6-7 വാക്യം. കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ കരയെ ഇളക്കും. നിങ്ങൾക്കറിയാവുന്നത് പറയാം. ബാക്കിയാം വാക്യം. ഞാൻ കടലിനെ ഇളക്കും. അടുത്ത വാക്യം, ആകാശത്തെ ഇളക്കും. അടുത്ത പദം, സകല രാജ്യത്തിൻ്റെയും മനോഹര വസ്തു വരികയും ചെയ്യും.
കർത്താവിൻ്റെ വരവെടുക്കുമ്പോൾ കടലിളകും, കരയിളകും, ആകാശമിളകും. അടുത്ത വാക്യം ദൈവമക്കളുടെ പ്രത്യാശയാ, സകല രാജ്യത്തിൻ്റെയും മനോഹര വസ്തു വരും. ഇനി വായിച്ചോ മക്കളെ, അത് വായിച്ചോ. 65 സങ്കീർത്തനം വായിച്ചോ, 7-ാം വാക്യം. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും. ആരെങ്കിലും വായിക്കേ. തിരമാലകളുടെ കോപവും ജാതികളുടെ കലവും ശമിപ്പിക്കുന്നു. മൊത്തം കേട്ടില്ല മോനെ, എന്നോട് വായിച്ചോ. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശമിപ്പിക്കുന്നു. അടുത്തത്, ഭൂസീമാവാസികളും നിന്റെ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു. ഈ ദൈവവചനം എവിടുന്ന് എടുത്താലും തെളിവാ. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ശമിപ്പിക്കുന്നു. ഭൂസീമാവാസികളും നിന്റെ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടും. ലോകം മുഴുവൻ ഭയപ്പെടുക, ലോകം മുഴുവൻ ഇളകുക. ഈ ഇളക്കം തീർക്കാൻ ഇവരെ കൊണ്ട് ആരെയും കൊണ്ട് കഴിയില്ല. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലയുടെ കോപവും ശമിപ്പിക്കുന്നു. കൈ ഉയർത്തിയ ശക്തിയുടെ സ്തോത്രം പറഞ്ഞേ. ലോകം മുഴുവൻ ഇളകുക, പക്ഷേ ഇളക്കം തീർക്കാൻ ഇവരെ കൊണ്ട് കഴിയില്ല. വലിയ പ്രതീക്ഷയോടാണ് ട്രംപിനെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ ട്രംപിനും കഴിയില്ല. ഇതിൻ്റെ ഇളക്കം നിർത്താൻ ഇവിടെ ആരെ കൊണ്ടും കഴിയില്ല, ഇവിടെ ഇരിക്കുന്നവർക്കും കഴിയില്ല. പിന്നെ എനിക്കൊരവസരം തന്നായിരുന്നേ ഞാനിത് നന്നാക്കാമായിരുന്നെന്ന് ആരും പറയരുത്. അതുകൊണ്ട് എല്ലാവർക്കും അവസരം കൊടുക്കുക. നീയും ഭരിച്ചു. അവസാനം ഇവന്മാരെല്ലാം കയറി ഇത് പഠിച്ച് മുടിച്ച് എന്നെ കൊണ്ടൊന്ന് നന്നാക്കാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞിറങ്ങുമ്പോൾ ഭരിക്കാൻ അറിയാവുന്നവൻ ഇറങ്ങി വരും. നമ്മളിവരെ എല്ലാം ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, പക്ഷേ ഇവരെ കൊണ്ടൊന്നും നന്നാക്കാനൊക്കില്ല. അവർ തെളിയിച്ചുകൊണ്ടിരിക്കുക. എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് കയറി ഇപ്പോൾ എല്ലാം ശരിയായിക്കൊണ്ടിരിക്കുകയല്ലേ. അയ്യോ, അവരുടെ കുഴപ്പമല്ല. പിണറായി സാറ് നല്ല ആളാണ്, സതീശൻ സാറ് നല്ല സാറ്, നല്ലപോലെ പ്രസംഗിക്കും. പെന്തക്കോസുകാർ എൻ്റെ പ്രസംഗത്തേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ സ്തോത്രവും പറയും, ഇല്ലേ? അപ്പം അവരാരും കുഴപ്പക്കാരല്ല. മോദി സാറും കുഴപ്പമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ആര് ഭരിച്ചാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ ഇന്നാര് വന്നാൽ നന്നാകുമെന്നൊന്നും നീ ചിന്തിക്കണ്ട. ഗുണപ്പെടാത്ത ഉപദേശി, ഇന്നാര് വന്നാൽ നന്നാകും. നീ നോക്കിയിരിക്കുന്ന ഇന്നാരെയല്ല, യേശുവിനെയാ. എനിക്ക് ചില അതിശയം തോന്നി. നിങ്ങളെനിക്കെതിരെ പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. ഫേസ്ബുക്കിലൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ യേശു വരാറായെന്ന് പറയാത്തവനും ഇന്നാര് വന്നാൽ നന്നാവും. നിന്നോടാര് പറഞ്ഞു? ഇത് ടോട്ടൽ ലോസ്റ്റിൽ തള്ളിയിരിക്കുക. ഇവിടെ ആര് വിചാരിച്ചാലും നന്നാകില്ല. മനുഷ്യൻ്റെ ഹൃദയവിചാരങ്ങൾ പോലും ദോഷമുള്ളതാണ്. ഒരു രാജാവ് നീതിയോടെ വാഴും, അന്ന് പ്രഭുക്കന്മാർ ന്യായത്തോട് ന്യായവാനെന്നാണ്. ഞങ്ങളൊക്കെ അനുഭവിക്കുന്നതാ. കോരൻ ഇപ്പോഴും കഞ്ഞി കുമ്പിളിലാ. സ്വാധീനത ഉള്ളിടത്ത് നിന്നെ സഹായിക്കാൻ വരും. 10 പേരുള്ളിടത്ത്, അല്ലാത്തടത്ത് ഒരുത്തരും തിരിഞ്ഞു നോക്കില്ല. ഒരു MLAയും അത് കേട്ടോ, അല്ലെങ്കിൽ പോവല്ലേ, ഒരു MP-യും ആരും ഇല്ലാത്തടത്ത് നിന്നെ തുരഞ്ഞു നോക്കില്ല. കൊട്ടാരക്കര 10 പേരുള്ളതുകൊണ്ട് തിരിഞ്ഞു നോക്കിയെന്ന് വരും. ഞങ്ങളൊക്കെ കയറി ഇറങ്ങിയിട്ട് ഒരുത്തരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. സ്തോത്രം. ഞങ്ങളുടെ പ്രതീക്ഷ ഇവരിലാരിലും അല്ല, ഞങ്ങളുടെ കർത്താവിൻ്റെ വരവിലാണ്. ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും. കൈയടിച്ചോ. ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും, ഭരണാധികാരികൾ പൊടുന്നനാവെ മാറിടും. ഭരണാധികാരികൾ പൊടുന്നനാവെ മാറിടും. മരിച്ചുയർത്താവൻ ഭരണം കയ്യേൽക്കും. മരിച്ചുയർത്താവൻ ഭരണം കയ്യേൽക്കും. യേശുരാജൻ വേഗം വാനിൽ വന്നിടും. യേശുരാജൻ വേഗം വാനിൽ വന്നിടും. തൻവരവിനായൊരുങ്ങി നിൽക്കണം ദിനം. തൻവരവിനായൊരുങ്ങി നിൽക്കണം ദിനം. ഗംഭീരനാദം കേൾക്കും നിശ്ചയം. ഗംഭീരനാദം കേൾക്കും നിശ്ചയം. അത്യമോദലായ സകല വൃക്ഷവും, അത്യമോദലായ സകല വൃക്ഷവും കൂട്ടമായി തളിർത്തു കാൺമതോർത്തു നോക്കുകിൽ. കൂട്ടമായി തളിർത്തു കാൺമതോർത്തു നോക്കുകിൽ. ഉന്നതത്തിൽ നാദം കേൾക്കാറായി. ഉന്നതത്തിൽ നാദം കേൾക്കാറായി. യേശുരാജൻ വേഗം വാനിൽ വന്നിടും. യേശുരാജൻ വേഗം വാനിൽ വന്നിടും. തൻവരവിനായൊരുങ്ങി നിൽക്കണം ദിനം. തൻവരവിനായൊരുങ്ങി നിൽക്കണം ദിനം. ഗംഭീരനാദം കേൾക്കും നിശ്ചയം.
നിശ്ചയം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം. സൂര്യചന്ദ്ര താരകാദിഗോളങ്ങൾ, സൂര്യചന്ദ്ര താരകാദിഗോളങ്ങൾ സൂക്ഷ്മബുദ്ധികൾ നിരീക്ഷണം നടത്തുമ്പോൾ, സൂക്ഷ്മബുദ്ധികൾ നിരീക്ഷണം നടത്തുമ്പോൾ ഭീമാമാറ്റം വരുവാൻ പോകുന്നു, ഭീമാമാറ്റം വരുവാൻ പോകുന്നു. യേശുരാജൻ വേഗം വാനിൽ വന്നിടും, യേശുരാജൻ വേഗം വാനിൽ വന്നിടും. തൻവരവിനായൊരുങ്ങി നിൽക്കനാം ദിനം, തൻവരവിനായൊരുങ്ങി നിൽക്കനാം ദിനം. ഗംഭീരനാദം കേൾക്കും നിശ്ചയം, 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 ഗംഭീരനാദം കേൾക്കും നിശ്ചയം. യേശുരാജൻ വേഗം വാനിൽ വന്നിടും, യേശുരാജൻ വേഗം വാനിൽ വന്നിടും. തൻവരവിനായൊരുങ്ങി നിൽക്കനാം ദിനം, തൻവരവിനായൊരുങ്ങി നിൽക്കനാം ദിനം. ഗംഭീരനാദം കേൾക്കും നിശ്ചയം, ഗംഭീരനാദം കേൾക്കും നിശ്ചയം. നിങ്ങൾ വിശ്വസിച്ചാലും ശരിയില്ലെങ്കിലും ശരി, നിങ്ങൾ അംഗീകരിച്ചാലും ശരിയില്ലെങ്കിലും ശരി, നിങ്ങൾ ഏറ്റെടുത്താലും ശരിയില്ലെങ്കിലും ശരി, ഈ സംഘങ്ങൾ സ്വപ്നം കാണുന്ന സുന്ദര രാജ്യം സ്ഥാപിപ്പാൻ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ മരിച്ച ക്രിസ്തു, കല്ലറയടക്കം ചെയ്യപ്പെട്ട ക്രിസ്തു, കല്ലറയെ തകർത്തുയർത്തുന്നേറ്റ ക്രിസ്തു, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, ഞങ്ങളുടെ പ്രാണപ്രിയൻ, രാജാധി രാജാവായി മടങ്ങി വരുവാൻ പോകുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. യേശു മടങ്ങി വരാറായി. കർത്താവിൻ്റെ വരവും അനന്തര സംഭവങ്ങളും മനുഷ്യന് വിശ്വസിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളുണ്ട്. നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: കർത്താവ് താൻ ഗംഭീരനാഥ് പറഞ്ഞാട്ട് ദൈവമക്കളെ, ഗംഭീര പ്രധാന ദൈവദൂത ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർക്കും, പിന്നെ ജീവനോട് ശേഷിക്കുന്നവർ അവരോടൊരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുമിച്ച് പറ എടുക്കപ്പെടും. ഉറക്കെ പറ. ആ പദം ഒന്നുകൂടെ ആവർത്തിച്ചേ. നാം പറ. നാം ചങ്ങനെ കൈവച്ച് പറയാം. നാം കൈ ഉയർത്തി പറ. എടുക്കപ്പെടൂ. നാം എടുക്കപ്പെടൂ. ഇത് മനുഷ്യന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എടുക്കപ്പെടും. 12 വർഷം മുമ്പ് മരിച്ചവർ ഉയർക്കും. അതാ അവർ പറയുന്ന എപ്പം വരുമെന്ന് നോക്കിയിരുന്നോളാൻ, നാളെ വരുമോന്ന്. ഈ ദേവദാസന്മാരോടൊക്കെ ചോദിക്കണം. ഇതിൻ്റെ എല്ലാ എടി വന്ന് എഴുതുന്ന നല്ല പങ്കും മാമോദിസ വെള്ളം വീണവനാ. അതുകൊണ്ടാണ് നിൻ്റെ പള്ളിയിൽ ഇതൊക്കെ പഠിപ്പീരേ. യേശു വരുമോ? എന്തിനാ വരുന്നേ? കുഞ്ഞുങ്ങളെ ആദ്യം ഇതൊക്കെ പഠിപ്പീര്. എന്തോ ഒരു പരിഹാസവും തെറി, ഞങ്ങളെയൊക്കെ വിളിക്കുന്ന തെറി. സ്തോത്രം. ഇത് ഇവന്മാരാ പോയി പണി നോക്കട്. അവന് വിചാരം നമുക്കൊരു പണിയില്ലെന്നാ. ഇവൻ വലിയ പണിയില്ലല്ലേ. എടാ, ഞങ്ങൾക്കിതെല്ലാം കർത്താവിന് വേണ്ടി ആകയാൽ ഇതെല്ലാം പ്രതിഫലം വർദ്ധിക്കുന്ന കാര്യം. നിൻ്റെ മക്കളെ വേദവസമൊക്കെ പഠിപ്പീര്. അതിൻ്റെ ഉപദേശിയിൽ നിന്ന് കേൾക്കുന്ന നമ്മളെ ഇഞ്ചി നിന്ന കുരങ്ങിനെ പോലെ. അതാ ഇങ്ങനായി പോയേ. സ്തോത്രം. പോട്ടെ, എൻ്റെ വിഷയം യേശു വരും. അതായത് ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്താം. ഈ വേദപുസ്തകം ഒരു കാലത്ത് പറഞ്ഞ പല കാര്യങ്ങളും വിശ്വസിക്കുവാൻ കഴിയാത്ത കാര്യങ്ങളായിരുന്നു, അംഗീകരിപ്പാൻ കഴിയാത്ത കാര്യങ്ങളായിരുന്നു, ഒരിക്കലും സംഭവിക്കില്ല എന്ന് മനുഷ്യൻ ചിന്തിച്ച കാര്യങ്ങളാണ്. പക്ഷെ അവയൊക്കെ സംഭവിച്ചു. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുക. ദൈവം നിന്നോടൊരു കാര്യം പറഞ്ഞാൽ സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലെങ്കിലും പറഞ്ഞത് സർവശക്തനാകിയാൽ സംഭവിച്ചിരിക്കും. അതാ ബൈബിള് പറഞ്ഞോ നടക്കും. അതിനൊരു തെളിവ് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൂടെ മനസ്സിലാകണമല്ലോ. വേദവസം ചുമ്മാ എഴുതി വെച്ചേക്കല്ല, പൊട്ടക്കണ്ട മാവേലയറല്ലിത്. ഇത് ഇതേപോലെ നടന്നുകൊണ്ടിരിക്കുക. ഇത് തെളിയിക്കണേ ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രധാന ഒരു കാര്യം തെളിയിച്ചിട്ട് ഞാൻ ഇരിക്കാം. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. വായിച്ചോ. വെളിപ്പാട് പുസ്തകം 11 ബാക്കി പറയാൻ നേരമില്ലാത്തതുകൊണ്ട് 11 അധ്യായം 7 മുതലുള്ള വാക്യങ്ങളോട് വായിക്കും. അതായത് വെളിപ്പാട് പുസ്തകം 11 അധ്യായം. ദൈവത്തിൻ്റെ സഭ ഈ ഭൂമിയിൽ എടുത്തു കൊള്ളപ്പെട്ട ശേഷം ഇവിടെ ആൻറ്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തുവിൻ്റെ ഭരണം ആരംഭിക്കും. ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായത് മുതൽ ഇതുവരെ ഉണ്ടാകാത്ത കഷ്ടകാലം തുടങ്ങും. ആ കാലത്ത് ഈ ഭൂമിയിൽ 2 സാക്ഷികൾ എഴുന്നേൽപ്പിക്കപ്പെടും.
2 സാക്ഷികൾ. അത് 2 സാക്ഷികളെ അന്നുള്ളൂ, 2 പ്രവാചകർ. അത് മോശയും ഏലിയാവുമാണെന്ന് നമ്മൾ പഠിപ്പിക്കുന്നു. അത് ഹാനോക്കും ഏലിയാവുമാണെന്ന് TPM സഹോദരങ്ങൾ പഠിപ്പിക്കുന്നു. അതിൻ്റെ ഒരുമായിട്ട് എന്തായാലും 2 സാക്ഷികളേ ഉള്ളൂ. ഒന്ന് വായിച്ചു മക്കളെ, ആരാ അവർ തങ്ങളുടെ സാക്ഷ്യം ശ്രദ്ധിച്ചു. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, അണ്ടർലൈൻ ചെയ്യണം. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം. ചിന്തിച്ചേ, അതായത് ആന്റി ക്രൈസ്റ്റിന്റെ വാഴ്ചയിൽ 2 സുവിശേഷകർ, പ്രവാചകർ, സാക്ഷികളെ ഇവിടെ ഉള്ളൂ. പക്ഷേ അവർ തങ്ങളുടെ പറഞ്ഞേ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ അവരുടെ സാക്ഷ്യം തികയ്ക്കാതെ അവന് തൊടാൻ കഴിയില്ല. കയ്യോ ഇന്ന് സ്വതന്ത്രം പറയുന്നത്, ദൈവദാസ, ദൈവം നിന്നെ കൊണ്ട് ചെയ്യേണ്ടത് പൂർത്തീകരിക്കാതെ നിന്നെ തൊടാൻ ഒരു അന്ധകാര ശക്തിക്കും കഴിയില്ല, ഒരു ദുഷ്ടാത്മയാവർത്തനം കഴിയില്ല. അവർ തങ്ങളുടെ സാക്ഷ്യം വായിച്ചു പെട്ടെന്ന് തികച്ച ശേഷം വായിച്ചു. ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നുകളയും. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോം എന്നും മിസ്രൈം എന്നു പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. ആരുടെ ശവം പറഞ്ഞാട്ടെ, നിങ്ങൾ അവിടെ നോക്കിയിരിക്കരുത്, നീ ഇങ്ങോട്ട് നോക്കി പറ. അവരുടെ ശവം കിടക്കും. രക്തസാക്ഷികൾ, അല്ലെങ്കിൽ ഈ സാക്ഷികളുടെ, അല്ലെങ്കിൽ മോശയുടെ ഏലിയാവിൻ്റെ എന്തെങ്കിലും ആട്ടെ, ഈ 2 സാക്ഷികളുടെ ഡെഡ് ബോഡി യെരൂശലേമിൽ കിടക്കും. വായിച്ചോ മക്കളെ. സകല വംശക്കാരും, ശ്രദ്ധിച്ചു വായിക്കണം, സകല വംശക്കാരും, ഗോത്രക്കാരും, സകല ഗോത്രക്കാരും, ഭാഷക്കാരും, സകല ഭാഷക്കാരും, ജാതിക്കാരും, സകല ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. 3.5 ദിവസം കാണും. അടുത്ത വാക്യം, അവരുടെ ശവം അടക്കാൻ കല്ലറയിൽ വെപ്പാൻ അവർ സമ്മതിക്കില്ല. അവർക്ക് മരിച്ചപ്പോൾ അവർ ബാധയൊക്കെ വരുത്തിയതുകൊണ്ട് സമ്മാനങ്ങൾ കൊടുത്തു വിടും. അതിനുശേഷം അവിടെ എഴുതിയിരിക്കുന്നത് 3.5 ദിവസം കഴിഞ്ഞ് ഹോവയുടെ ശ്വാസം അവരുടെ മേൽ വന്ന് അവർ കാലൂന്നി നിവർ നിൽക്കും. ഇവിടെ കയറി വരിക എന്ന ശബ്ദത്തിങ്കൾ അവർ സ്വർഗത്തിലേക്ക് കയറി പോകും. അപ്പോൾ വലിയ ഭൂമികുലുക്കങ്ങൾ ഉണ്ടാകും. അത് ലോകം മുഴുവൻ ആളുകൾ കണ്ടുകൊണ്ടിരിക്കും. നിവർത്തിയ സ്വാതന്ത്ര്യ ശക്തിയോട് പറ. അതൊന്നുകൂടെ പറയാം മക്കളെ. ആ വാക്യം ഒന്ന് വായിച്ചേ. സകല ജാതിക്കാരും, സകല മുതൽ തുടങ്ങ്. അവരുടെ ശവം 3.5 ദിവസം ഇവിടെ കിടക്കും, യെരൂശലേമിൽ കിടക്കും. വായിച്ചോ. സകല വംശക്കാരും, സകല ജാതിക്കാരും, സകല വംശക്കാരും, ഭാഷക്കാരും, സകല ഭാഷക്കാരും, ജാതിക്കാരും, സകല ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. ആരുടെ ശവം? ഉറക്കപ്പറ. സാക്ഷികളുടെ ശവം എവിടെ കിടക്കുന്നത്? യെരൂശലേമിൽ കിടക്കുന്നത്. ലോകത്തിലുള്ള സകല ജാതിക്കാരും, അല്ലല്ലേ സകല ഭാഷക്കാരും, സകല വംശക്കാരും കാണും. കാണുമോ? എങ്ങനെ കാണും? ഇപ്പം പറയാൻ നമുക്കൊക്കും കാണുമെന്ന്. പക്ഷേ ഈ വേദപുസ്തകം എഴുതിയ കാലത്ത്, ഈ പ്രവചനം ഇതിൽ വന്നപ്പോൾ, നോ TV, നോ ഇന്റർനെറ്റ്, നോ വാട്സാപ്പ്, നോ ഇമെയിൽ, നോ ഫേസ്ബുക്ക്, നോ ലൈവ് ടെലികാസ്റ്റ്, ഒന്നുമില്ല. TV കണ്ടുപിടിച്ചില്ല, റേഡിയോ കണ്ടുപിടിച്ചില്ല, ഒന്നുമില്ലാത്ത കാലത്ത് പാവപ്പെട്ട അഭിഷക്തന്മാർ, ഇതൊന്നും അറിയാത്തവർ എന്ന് പ്രസംഗിച്ചു. യെരൂശലേമിൽ കിടക്കുന്ന ഡെഡ് ബോഡി ലോകം മുഴുവൻ കാണും. അവർ ചോദിച്ചു, നിനക്ക് ഭ്രാന്താണോടാ? ഏത് കോന്തനാണ് ഇത് എഴുതിയത്? എങ്ങനെ കാണുവടാ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങളുടെ ദൈവത്തിന്റെ വചനം പറയുന്നു ലോകം മുഴുവൻ കാണും. കയ്യൊന്നടിച്ചു ചോദ്യം പറഞ്ഞേ. അവരെ സമ്മതിക്കണ്ടേ? അവരെ ഭ്രാന്തന്മാരെന്ന് വിളിച്ചു. അവര് പറഞ്ഞു കാണും. ഈ പുസ്തകം അങ്ങനെ പറഞ്ഞെങ്കിൽ കണ്ടിരിക്കും. ഒന്നുകൂടെ കൈയടിച്ച് സ്തോത്രം പറ. നിന്നോട് ദൈവം എന്ന് പറഞ്ഞെങ്കിൽ അത് നടന്നിരിക്കും. സംഭവിക്കും. അവര് പ്രസംഗിച്ചു. അവർക്ക് ഇന്റർനെറ്റ് അറിയത്തില്ല, TVയും കണ്ടില്ല, റേഡിയോ പോലും കണ്ടില്ല. അന്നേ അവർ പ്രസംഗിച്ചു, ഇത് കാണും, ഇങ്ങനെ സംഭവമുണ്ട്. അന്ന് അവരുടെ പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെ തന്നെ ആയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ആര്യൻ റേഡിയോ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ വന്നു? അതിനെ നമ്മുടെ ആളുകൾ വിളിച്ചത് എന്താ? വിട്ടിപ്പെട്ടി. TV വന്നു. അപ്പോൾ നീ ഇതൊന്നും സ്വപ്നത്തിൽ പോലും കാണാനൊക്കെ ഇല്ല. റെക്കോർഡ് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യുക, കുറച്ച് നേരം ഇങ്ങനെ വെട്ടും. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മുടെ വിശുദ്ധന്മാരൊക്കെ TV വാങ്ങി. എന്തിനാ വാങ്ങിയേ? അയ്യോ, വിശുദ്ധന്മാരെ കാണാൻ. എവിടെ കിടക്കുന്നേ? എടാ, ഇത് കാകളം തൊലിച്ച ശേഷമുള്ള സംഭവം. ഓണം വരാൻ മൂലം വേണ്ടേ?
നമുക്ക് യെരൂശലേമിൽ കിടക്കുന്ന വിശുദ്ധന്മാരെ കാണാം, വാങ്ങി വെച്ചു. ശരി, നിങ്ങളൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു, സന്തോഷം. ഞാൻ ചോദിക്കണം, നിങ്ങളെന്തിനാ ടി വി വാങ്ങിയേ? വിഷമിക്കുന്ന ചോദ്യം ചോദിക്കാതില്ലേ പാസ്റ്റർ? അല്ല, നമ്മളെന്തിനാ വാങ്ങിയേ? ബി മോനച്ചനും ബാബു ചെറിയാനും സുരേഷ് ബാബുവും കെ സി ജോണും ഒക്കെ പ്രസംഗിക്കുന്നുണ്ട്, നമുക്കൊന്ന് കാണാം. ചിലർ വാങ്ങിയേ വാർത്ത കാണാനാ. ഇപ്പം എന്നാ കാണുന്നത്? നേരെ സന്ധ്യയാകുമ്പം ടവലും എടുത്ത് കുറച്ച് ടിഷ്യൂ പേപ്പറും കൊണ്ട് കരയാന്ന്, കണ്ണുനിരപ്പുക. എങ്ങനെ ഒളിച്ചോടാവുന്ന പിള്ളേരെ കാണിച്ച് പഠിപ്പിക്കുക. കുടുംബ പ്രാർത്ഥന മുഴുവൻ പോയി. കരണ്ട് കെട്ട് സമയമാകുമ്പോൾ എടാ പുത്തകം എടുത്തോണ്ട് വാടാ, കുറച്ച് ചെറിയൊരു സങ്കീർത്തനമായിട്ട്. കരണ്ട് കെട്ടില്ലാത്തതുകൊണ്ട് അവിടെ എന്തെങ്കിലും പ്രശ്നം വരണം, ഇതൊന്ന് വായിക്കണം. കുടുംബ പ്രാർത്ഥനയുണ്ടോ? സന്ധ്യാസമയത്ത് പിള്ളേരെ വിളിച്ചെടുത്തൊരു പാട്ടുണ്ടായിരുന്നു, ഞാൻ ഈ കല്യാണത്തിനൊക്കെ ചോദിക്കും, ഉണ്ടോ? പ്രാർത്ഥനയുണ്ടോ? നേരം വെളുക്കുമ്പോൾ 5 മണിയാകുമ്പോൾ പിള്ളേരുടെ തലയിൽ വെള്ളം കോരി ഒഴിപ്പിച്ചാണ്ട് അച്ചാമ്മരോടൊക്കെ ചോദിച്ച് എല്ലാറ്റിനെയും കൂടെ പെറുക്കി കൊണ്ടുവന്ന്, ഇന്നത്തെ പോലെ 1-1.5 മുറിയൊന്നും അല്ല, 5, 6, 8 എണ്ണത്തെ വെള്ളം കോരി ഒഴിച്ച് ഉറക്കച്ചവടോട് വന്നിരുന്ന് പാടും. സന്ധ്യയ്ക്ക് പാട്ടുപാടി പ്രാർത്ഥിക്കാതെ അത്താഴം കൊടുക്കില്ല. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ തവയിലും കഴിഞ്ഞ ആഴ്ച ചോദിച്ചു, ഞാൻ ഇപ്പോൾ ഒരു വിഷയം വന്നു, നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയത്തിൻ്റെയും. ഇന്ന് രാവിലെ പിള്ളാരോടുകൂടെ ഇരുന്ന് വേദവസം വായിച്ച് പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? ഇന്ന് രാവിലെ പൊങ്ങില്ല കൈ. ഇന്നലെ രാത്രിയിലോ പിന്നെ കൺവെൻഷൻ ആയിരുന്നില്ലേ. ഇനി വേറൊരു കാര്യം ഇവിടെ പറയാമോ? മക്കളൊക്കെ UK യിലും ഞാനിവിടെ എല്ലാം പോകുന്ന ആളാണ്, കാനഡയിലും ഓസ്ട്രേലിയയിലൊക്കെ അല്ലേ. വല്ലപ്പോഴും വിളിച്ച് ചോദിക്കണം, മക്കളെ ഇന്ന് കുടുംബ പ്രാർത്ഥന നടത്തിയോന്ന് ചോദിച്ചു നോക്കണം. ഹിന്ദിക്കാരൻ പറഞ്ഞല്ലോ കുച്ചുനാഹി. എൻ്റെ കുടുംബ പ്രാർത്ഥനയും ഞാനിപ്പോൾ 3ാമത്തെ പാട്ടാണ്. ഈ ഒരു പ്രസംഗത്തിൻ്റെ 1.5 മണിക്കൂർ നല്ല 2 സ്റ്റാൻസ. കൊടുങ്കാറ്റുണ്ടി വനദേശത്തൻ പ്രിയനേ എന്നെ വിടല്ലേ, കൊടുങ്കാറ്റുണ്ടി വാനദേശത്തു പ്രിയനേ എന്നെ വിടല്ലേ, കൊതിയോടു ഞാൻ വരുന്നേ, എൻ്റെ സങ്കടം മങ്ങു തീർക്കണേ. നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു നഗ്നനായി തന്നെ പോകുമേ, നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു നഗ്നനായി തന്നെ പോകുമേ, ലോകത്തിൽ എനിക്കില്ല യാതൊന്നും എൻ്റെ കൂടെ. എന്തോ പ്രത്യാശയുള്ളവർ രാവിലെ എഴുന്നേറ്റ് പാടുന്ന മക്കളെ നഗ്നനായി വന്ന് നഗ്നനായി പോകും. ഇവിടെ ഒന്നും കൂടെ വരത്തില്ല. സിയോൻ ഗീതാവിൽ നിന്നാണോ ഇത് പഠിച്ചേ? വേഴ്സ് വ്യൂവിൽ നിന്നാണോ? അപ്പം പാടി കേട്ട് പഠിച്ചു. നിന്റെ തലമുറ ഈ പാട്ടൊക്കെ പഠിപ്പിച്ചോണം. കുടുംബ പ്രാർത്ഥന ഉണ്ടോ എന്ന് വിളിച്ച് ചോദിക്കണം. ഇവിടെ ഉണ്ടോ? ആരാ 5 മണിക്ക് എഴുന്നേക്കുന്നത്? 3 മണി വരെ 3 മണി വരെ ദൈവം കൊണ്ടുപോയി അതിങ്ങോട്ട് ക്ലാസ് 3 മണി 4 മണി വരെ പിള്ളേർ അവൻ അകത്ത് കയറി കിടന്ന് എന്നാ ഇന്ന് നീ കാണുന്നുണ്ടോ? 3 മണി 4 മണി ഇതേ പ്രയോഗം. കുത്തലെ തൂപ്പലെ തുടക്കലെ, കുത്തലെ തൂപ്പലെ തുടക്കലെ. ഉറങ്ങുന്ന 3-ന് 4 മണിക്കുവാ ഈ സാധനം വന്നു. പിന്നെ അങ്ങനെ അവൻ 5-ന് എഴുന്നേക്കുന്നത്. തകർച്ചയാ. ഇടിയപ്പെട്ട യാഗപീഠങ്ങൾ പണിയപ്പെടണം. ദൂത അതിനേക്കൂടെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരിക. അപ്പോൾ ഞാൻ പറഞ്ഞതേ, ലൈവൊന്നും സ്വപ്നം കാണാൻ കഴിയാത്ത കാലത്ത് ബൈബിൾ പറഞ്ഞു, ഭൂലോകത്തിൻ്റെ മധ്യഭാഗത്ത് കിടക്കുന്ന വിശുദ്ധന്മാരുടെ സാക്ഷികളുടെ ബോഡി ലോകം മുഴുവൻ കാണും. ഇപ്പോൾ ഇതാ 3 ക്യാമറ ഇവിടെ നിരത്തി വെച്ചിരിക്കുക ലൈവ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇവിടെ കഴിയുമ്പോൾ ഇവിടുത്തേനൊക്കെ കൂടുതൽ പുറത്ത് കാണും ലൈവായി. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. ഇപ്പോൾ ഈ ലൈവ് ഒന്നുമുണ്ട്. എന്താ ഗുണമെന്നറിയാമോ? ഈ ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ ജനം ഇളകി മറിയുമ്പോഴും ചിലർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി താഴോട്ട് പോകുന്ന കാണാം. അച്ചായൻ ലൈവായി ഉറങ്ങുന്നത് ലൈവായി ജനം കണ്ടുകൊണ്ടിരിക്കുക. ഇതല്ല സ്റ്റേജിൽ ഉപദേശി താഴോട്ട് പോകുന്നത് കണ്ടുകൊണ്ടിരിക്കുക.
സ്വതന്ത്രം. അങ്ങനൊരു ഗുണമുണ്ടായി. കണ്ടോ? എന്തിനാ ഇത്രയും സംവിധാനമൊക്കെ? ഇത്രയും 3 ക്യാമറയൊന്നും ആവശ്യമൊന്നുമില്ല. ഒരു തീപ്പെട്ടിക്കൂടിൻ്റെ വലിപ്പമുള്ള ആ പോക്കറ്റിൽ ഇരിക്കുന്ന ഈ കാണിച്ച 2 തീപ്പെട്ടിക്കൂട് വലിപ്പമുള്ള സാധനം അവിടോട്ട് വെച്ചിട്ട് FE ലൈവ് എന്നും കൊണ്ട് അങ്ങോട്ട് ഇട്ടാൽ മതി, പോവും ലോകം മുഴുവൻ. എന്തിനാണെന്നറിയാമോ ഇതൊക്കെ നിൻ്റെ തന്നേ? നിൻ്റെ പോക്കറ്റിൽ ലോകം മുഴുവൻ നടക്കുന്ന കാര്യങ്ങൾ തക്ഷണം വന്ന് പടപട വീണുകൊണ്ടിരിക്കുക അല്ലേ? എന്താ ഒരു സെക്കൻഡ് വേണ്ട. ലോകത്തിൻ്റെ എവിടെ നടക്കുന്നതും നിൻ്റെ പോക്കറ്റിരിക്കുന്ന കൊച്ചു സാധനത്തിൽ വന്ന് ലൈവായി വീണുകൊണ്ടിരിക്കുക. ഇതൊക്കെ തെളിച്ചറിയിക്കുന്ന യേശു വരാറായി. വേദപുസ്തകം ഇതുവരെ പറഞ്ഞ് നടന്നെങ്കിൽ ഇനിയുള്ള നടക്കും. കാഹളം ധ്വനിക്കും, മരിച്ച വിശുദ്ധർ ഉയർക്കും, അല്ലാതെ പാർക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിക്കും. അവർ പറന്നുയരും, കരമുയർത്തി സ്തോത്രം പറയാം. വാക്ക് നിർത്താൻ പോകുകയാണ്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൈവത്തോടെ ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തി നിൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന അവരോടൊരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുമിച്ചെന്ന് പറ. എടുക്കപ്പെടും. ഒരുമിച്ച് പറ. എടുക്കപ്പെടും. റാപ്ചർ, റാപ്പിയോ, തട്ടിക്കൊണ്ടുപോകുക, റാഞ്ചിക്കൊണ്ടു പോകുക. ഇവിടെയൊക്കെ ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞത് 4 പതിറ്റാണ്ടായി പണി തുടങ്ങിയിട്ട്. നിങ്ങൾ എത്രയോ തവണ എൻ്റെ മെസ്സേജ് കേട്ടു. റാപ്പിയോ, എൻ്റെ വിഷയം ഇതൊക്കെ തന്നെ. റാഞ്ചിക്കൊണ്ടങ്ങ് പോവും. എന്താ റാപ്പിയോ എന്ന് പറഞ്ഞു? ഹാനോക്ക് ദൈവത്തോട് നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കുറച്ച് പേര് കാണാതാവും. ഈ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. കാഹളം ഇപ്പം ധ്വനിച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് താഴോട്ട് പോകും, ഞാൻ മേളോട്ട് പോകും. അതൊക്കെ കണ്ണിമേക്കടയിലാണ്. ശുദ്ധന്മാർ പറക്കും, കാണാതാകും. ഈ അമേരിക്കയിലൊക്കെ ചില കാറിൻ്റെ പുറകെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ കാർ ഓടിക്കുന്ന ആൾ ഡ്രൈവർ ഏത് നിമിഷം അപ്രത്യക്ഷനാകാം, ഇതിൻ്റെ പുറകിൽ വരുന്ന സൂക്ഷിച്ചു വേണമെന്ന്. ഏത് നിമിഷവും റാപ്ചർ സംഭവിക്കും. നിർത്തണമല്ലോ. ഏത് നിമിഷം എടുക്കപ്പെടും. റെഡിയാണോ പോകാൻ? ആകാശം ഒരുങ്ങിക്കഴിഞ്ഞു, ഭൂമി ഒരുങ്ങിക്കഴിഞ്ഞു, ഇസ്രായേൽ ഒരുങ്ങിക്കഴിഞ്ഞു, മധ്യാകാശം ഒരുങ്ങിക്കഴിഞ്ഞു, ദൂതസംഘം ഒരുങ്ങിക്കഴിഞ്ഞു. സഭയെ നീ ഉറങ്ങിക്കഴിഞ്ഞു. തമ്മിലടിക്കാനല്ലത്, കണക്ക് തീർക്കാനുള്ള സമയമല്ല, കേസിനും വഴക്കിനും പോകാനുള്ള അവസരമല്ലിത്, വെല്ലുവിളിക്കാനുള്ള അവസരമല്ലിത്. വിശുദ്ധൻ നീ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ നീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ. ശബ്ദം നിലയ്ക്കുന്ന സമയം അറിയില്ല. മരിച്ച് ജീവിച്ച് നിൽക്കുക. നിങ്ങൾക്ക് അറിയാമല്ലോ. 2 തവണ ഹാർട്ട് അറ്റാക്കിൻ്റെ രൂപത്തിൽ 1 തവണയും മറ്റൊരു തവണ സ്തോത്രം ഗുളികമാരുടെ അലർജിയുടെ ജീവിതത്തിലും മരണം എൻ്റെ നേരെ വന്നു. പക്ഷേ തമ്പുരാൻ്റെ പദ്ധതിയിൽ ഇന്നിവിടെ നിൽക്കാൻ തമ്പുരാൻ്റെ സാക്ഷന. യേശു വരാറായി. ഒരുങ്ങിയിട്ടുണ്ടോ? ഞാൻ കൺക്ലൂഡ് ചെയ്യണോണ്ട് പറയാം. മക്കളെ, നിങ്ങളെ ഒന്നും പിണങ്ങല്ല എന്നോട്. നമ്മുടെ ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഞാൻ ഇതുവരെ പ്രസംഗിച്ചുകൊണ്ട് നിന്നു. എന്തോ പ്രസംഗിച്ചുകൊണ്ട് നിന്നേ? കർത്താവ് വരും, കാഹളം ധ്വനിക്കും, എടുക്കപ്പെടും, കാണാതെയാകും. എൻ്റെ മുഖത്തോട് നോക്കിയേ. ഇത് യോഗം തീരും മുമ്പ്, ഞാനിപ്പം അവസാന പദം പറയും മുമ്പ് കാഹളം ധ്വനിച്ചെന്നിരിക്കട്ടെ. കാഹളം ധ്വനിച്ചു. ഇവിടെ ഇരിക്കുന്ന ഏതാണ്ടൊരു 60% പോയി. ബാക്കി 40 ഇവിടെ ഇരുന്നു. കൂട്ടത്തിൽ ഞാനും ഈ മൈക്കും കൊണ്ട് ഇവിടെ നിന്നാലുള്ള അവസ്ഥ നിന്നിച്ച്. ഞാനും നിന്നാലോ? ഞാനിതുവരെ പ്രസംഗിച്ചേ പറക്കും, പറന്നിടുമേ, ഞാനും പറന്നിടുമേ എന്നാ. അപ്പോൾ ബാക്കി ഈ 40 ഇരിക്കുന്നതെല്ലാം കൂടെ ഞോണ്ടിക്കൊല്ലും എന്നെ. പണ്ട് കെ ജോയിച്ചാൻ പറഞ്ഞ പോലെ. കെ ജോയിച്ചാൻ പറഞ്ഞു, ഈ ചില അച്ചായന്മാരുണ്ട്, എന്തിനും വരത്തില്ല, എന്തിനും വിളിച്ചാലും വരില്ല, വാസപ്രാർത്ഥനയ്ക്ക് വരത്തില്ല, കൺവെൻഷന് വരില്ല, സഭായോഗത്തിനും വരത്തില്ല. എന്താ ചാക്കോച്ചായ വരാഞ്ഞേ? വന്നില്ലെന്നേ ഉള്ളൂ. വന്നില്ലെന്നേ ഉള്ളൂ. കൺവെൻഷന് വന്നില്ലെന്നേ ഉള്ളൂ. കർത്താവ് വന്നു, ഭക്തന്മാർ പോയി, വിശുദ്ധന്മാർ പോയി. നാട്ടുകാരുടെ ഇടയിൽ ചാക്കോച്ചായ വീണ്ടും നടക്കുമ്പോൾ ചോദിക്കും, എന്നാ ചാക്കോച്ചായ കൂട്ടുകാരൊക്കെ പോയല്ലോ? പോയില്ലെന്നേ ഉള്ളെന്ന്. ഇങ്ങനെ പറയാതിരിക്കണേ, ഒരുങ്ങിന്നോണം. ഞാൻ ഈ നല്ല കുഞ്ഞുങ്ങളാണ് ഇവർ പാടുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം മക്കളെ കേട്ടോ. ഉദാഹരണം പറയാം. ഇപ്പോൾ എൻ്റെ കാര്യമില്ലേ ആദ്യം പറഞ്ഞേ. ഇതുപോലെ ഇപ്പോൾ ഇവിടെ അധികം ഇൻസ്ട്രുമെൻസ് ഒന്നുമില്ല, 2 ഇൻസ്ട്രുമെൻസേ ഉള്ളൂ. ഇപ്പോൾ എന്നാ അവർ പാടാൻ പോകുന്നില്ല, അവർ റെഡി ആയിരിക്കുക പാടാൻ. ഇവരുടെ കാര്യമല്ല. ഒരു 100 പോട്ടെ, അവരെ വിട്ടേക്കാം. 101 ഗായക സംഘമൊക്കെ അല്ലേ ഇപ്പോൾ ഉള്ളത്. പാടിക്കൊണ്ടിരിക്കുക, കർത്താവൂതാൻ ഗംഭീര ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നപ്പം കാഹളം ധ്വനിച്ചു. കൊട്ടിക്കൊണ്ടിരുന്നവൻ പോയി. പാടിക്കൊണ്ടിരുന്നപ്പോൾ അപ്പോൾ അവിടെ പാടിക്കൊണ്ട് നിന്നാലോ? തിരിച്ച്
പാടിക്കൊണ്ടു പോയി അപ്പോഴും കൊട്ട. സംഭവിച്ചാൽ ഇനിയിപ്പോൾ നമ്മുടെ കൺവെൻഷൻ സീസണാണ്, അത് എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. ഇതാണ് ഐക്യത. IPC ഉണ്ട്, AG ഉണ്ട്, ചർച്ചക്കോടുണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ ഒരപ്പൻ്റെ ഈ ആരാണ്ട് പറഞ്ഞാൽ ഞാൻ പുതുസത്താണ്, സത്യമാണ്. എൻ്റെ അകത്തൂടെ ഒരു ബ്ലഡും പായുന്നില്ല, യേശു ശുദ്ധീകരിച്ച ബ്ലഡാണ് പായുന്നത്. എന്തിനായി തമ്മിക്കുന്നത്? നമ്മൾ ഒരിടത്തൊരു വീട്ടിൽ കഴിയേണ്ടവരല്ലേ. അതുകൊണ്ട് നമ്മൾ പൊതുസ്വത്തൊന്നല്ല ഞാൻ പറയും. ഇപ്പം നമ്മുടെ എല്ലാം ജനറൽ അങ്ങനെ പറഞ്ഞ് മനസ്സിലായല്ലോ, ഉടക്കാൻ വരണ്ട. നമ്മുടെ എല്ലാം ജനറൽ കൺവെൻഷൻ ആരംഭിക്കാൻ പോവാം. അപ്പം ഈ ജനറൽ കൺവെൻഷനുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാന്നിരിക്കട്ടെ പാസ്റ്റർ ബാബു കാഹളം ധ്വനിക്കുന്നേ. അപ്പോഴും സ്റ്റേജിൽ കുറച്ച് പേര് ഇങ്ങനെ വീശിക്കൊണ്ടിരുന്നാലോ, അത് സംഭവിക്കും. അത് സംഭവിക്കും. രണ്ടുപേരൊരു കിടക്കയിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ കൈവിടപ്പെടും. യേശു വരും, നീ കൈവിടപ്പെട്ടു പോകരുത്. ഗൗരവമായൊരു വിഷയം കൊണ്ട് പറഞ്ഞു നിർത്തട്ടെ. എന്താ സോഷ്യൽ മീഡിയ തുറക്കാൻ പേടിയാണ്, ഞെട്ടുകയാണ് ഓരോന്ന് കണ്ട്. 30കാരൻ കുഴഞ്ഞു വീണു, 40കാരൻ, 50കാരൻ, 32കാരി ലണ്ടനിൽ നിന്ന് യാത്രയപ്പം വാങ്ങി ഓസ്ട്രേലിയയിലേക്ക് പോകാൻ പോയതിൻ്റെ രാവിലെ പോയി. ഒരാൾ ചിക്കാഗോയിൽ നിന്ന് കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങി അമ്മയ്ക്ക് സാധനം വാങ്ങാനായിട്ട് കയറി. അമ്മയെ കാണാൻ വന്ന ദീനമായി കിടക്കുന്ന അവിടെ പിഴിഞ്ഞു വീണു മരിച്ചു. ജീവിക്കാനല്ലേ കുഞ്ഞുങ്ങളൊക്കെ പോയത്. ഓസ്ട്രേലിയ ആയാലും കാനഡ ആയാലും UK യിലൊക്കെ എന്താ വായിക്കുന്നത്? കുഴഞ്ഞു വീണ് മരിച്ചു, കുഴഞ്ഞു വീണ് മരിച്ചു. ഒരു രാത്രിയെങ്കിലും നീ ഞാനും ബലത്തോടിരിക്കുന്നെങ്കിൽ തമ്പുരാൻ്റെ കരുണയാണെന്ന് മറക്കരുത്. ഒരു ദിവസം മുമ്പേ ദൈവകൽപ്പന അനുസരിച്ചാൽ ഭാഗ്യമാണ്. യേശു വരാറായി. ഇവിടെ നമുക്ക് പ്രത്യാശിക്കാനൊന്നുമില്ല. സങ്കടം മാത്രം പാട്ടുക ലോകസമ്പാദ്യം. ഇവിടെ എന്നാ പുകഴാനുള്ളത്? ഇവിടെ എന്താണ് പ്രശംസിക്കാനുള്ളത്? നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം. യേശുവിൻ്റെ വരവാണ് നമ്മുടെ പ്രതീക്ഷ. നീ കൈവിടപ്പെടരുത്. മരണമേ നിമിഷമുണ്ട്, കാഹളമേ നിമിഷവും ധ്വനിക്കാം. കർത്താവിനോടൊപ്പം ആയിരിക്കുമോ? നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. വെറുതെ ഒരു പ്രസംഗം കേട്ട് എഴുന്നേറ്റ് പോരുന്നു മക്കളെ. നിത്യതയുണ്ട്. ഒന്നീ നിത്യനരകം, അല്ലെ നിത്യസ്വർഗം. നിങ്ങളെവിടെത്തും? കാഹളം ധ്വനിക്കുമ്പോൾ എടുക്കപ്പെടുമോ? പൂർണ്ണപ്രാഗൽഭ്യമുണ്ടോ? എവിടേക്കാണ് നമ്മുടെ യാത്ര? ഞാൻ കൂടെ പറയാ, എന്ത് ഈ മണ്ണാണോ നിന്റെ പ്രതീക്ഷ? ജനം ഇപ്പോൾ പിശാചു വഞ്ചിക്കുക. കൊട്ടം തന്നെ ഓട്ടവാ. ഇടിച്ചു കയറുക. പ്രാപിച്ചോ, പിടിച്ചോ, നേടിക്കോ. ഇതെല്ലാം ഇട്ടിട്ട് പോണ്ടേ കുഞ്ഞേ? നിനക്ക് നിത്യതയെക്കുറിച്ച് ഉറപ്പുണ്ടോ? ജീവനും ഭക്തിക്കും വേണ്ട ദൈവം കരുതും. ഇതാ ഞങ്ങളുടെ വിശ്വാസം, വേദപുസ്തക വിശ്വാസം. ഒരു സ്ത്രീ ഒരു പുരുഷന്റെ ഭാര്യയാകുന്നതോടുകൂടി അവനുള്ളതിനെല്ലാം അവൾ അവകാശിയാ. പിടിച്ചു വാങ്ങേണ്ട കാര്യമുണ്ടോ? നീ യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയാണെങ്കിൽ യേശുവിനുള്ളതാ നിനക്കല്ലേ? അല്ലേ പാസ്റ്ററേ? വേദോസം പറയുന്ന ജീവനും ഭക്തിക്കും വേണ്ടത് എന്റെ ദൈവം കരുതും. യേശു കാൽവറിയിൽ രക്തം ചിന്തിയത് നിനക്ക് 2 ഏക്കർ വസ്തു ഇവിടെ തരാനല്ലോ, വീതി സ്വച്ഛ സ്ഫടികത്വം നിർമ്മിതമായ ആ നവ്യകത്തിന് എത്തിക്കാനോ. അങ്ങെത്താനാ. അവിടെ പോവോ? കണ്ണടച്ചോ, പ്രാർത്ഥിച്ചോ. യേശുവേ, എന്നെ കൈവിടല്ലേ. നിന്റെ രക്തത്താൽ എന്നെ ഒന്നുകൂടെ കഴുകണമേ, എന്നെ രക്ഷിക്കണമേ. നിന്റെ പാവന രക്തത്താൽ എന്നെ കഴുകണമേ. അവിടുത്തെ വരവെപ്പോഴെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിന്റെ വരവെപ്പോഴെന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ മരണം അറിയില്ല. എപ്പോഴായാലും നിന്നെ എതിരേൽപ്പാൻ ഒരുക്കണമേ. എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. എനിക്ക് എൻ്റെ പ്രാണപ്രിയനെ കാണണം, എനിക്ക് എൻ്റെ യേശുവിനെ കാണണം, എനിക്ക് അവനോടൊപ്പം വാഴണം. അതിനായി എന്നെ സമർപ്പിക്കുന്നു. എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ കരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കൂ. യേശുവേ എന്ന് വിളിക്കൂ. ഓ ശബറിഖോനിയ, യേശുവേ എന്ന് വിളിക്കൂ. എന്നെ കഴുകണമേ എന്ന് പറയൂ. എന്നെ വെടിപ്പാക്കണമെന്ന് പറയൂ. എന്നെ നിർമ്മലീകരിക്കണമെന്ന് പറയൂ. ഓരോ സെക്കൻഡും അങ്ങയുടെ ദാനമാണപ്പാ. ഞാനിവിടെ എത്ര കാലമായിരിക്കണം നീയാണ് ആഗ്രഹിക്കുന്നത്. നിന്റെ പ്ലാനാണപ്പാ. എന്നെ കഴുകണമേ കർത്താവേ. സ്വർഗ്ഗപിതാവേ, നിന്റെ ജനത്തെ ശുദ്ധീകരിക്കണമേ, അടിയനെ ശുദ്ധീകരിക്കണമേ. അവിടുത്തെ വരവിനായി ഞങ്ങൾ ഒരുക്കണമേ. ഞങ്ങൾ കൈവിടപ്പെട്ടു പോകരുതേ.
ഈ രാത്രി ഒരിക്കൽ കൂടെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. നമ്മുടെ പാവന നിങ്ങളത്താൽ ഞങ്ങളെ കഴുകണമേ. വ്യസന മാർഗം ഞങ്ങളിത് മാറ്റണമേ. ശാശ്വത മാർഗത്തിൽ ഞങ്ങളെ നടത്തണമേ. നിന്റെ കരം ഞങ്ങളെ തടുന്നോർത്ത് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.